أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدى هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها كل محدثة بدعة وكل ضلالة في النار. ബഹുമാനിയായ സഹോദരിമാരെ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മൾ കഴിഞ്ഞ ദർസുകളിൽ സംസാരിച്ചു വരുന്നത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തെ സംബന്ധിച്ചാണ്. അവസാനമായി സംസാരിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് ഏറ്റെടുക്കൽ, അദ്ദേഹത്തിനുള്ള അനുസരണ പ്രതിജ്ഞ മറ്റു സഹാബിമാരും അതേപോലെ തന്നെ ഇസ്ലാമിക ലോകത്ത് അന്ന് ജീവിച്ചിരിക്കുന്ന ആളുകളും നടത്തിയത്. ഇസ്ലാമിക ഖിലാഫത്ത് അനുസരിക്കപ്പെടേണ്ട ഭരണാധികാരി എങ്ങനെയാണ് നിലവിൽ വരുന്നത് എന്ന കാര്യം അതിൽ പ്രാധാന്യത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബൈഅത്ത് സ്വീകരിച്ചതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ഭരണശൈലി അല്ലെങ്കിൽ നയം നമ്മളുടെ ഭാഷയിൽ പറഞ്ഞാൽ വ്യക്തമാക്കിക്കൊണ്ട് ഒരു ലഘു പ്രഭാഷണം നടത്തിയതായിരുന്നു നമ്മൾ അവസാനമായി സംസാരിച്ചു നിർത്തിയത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണം മറ്റ് ഖുലഫാഉർ റാഷിദുകളുടെ പോലെ തന്നെ ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഭരണമാണ് അവർ കാഴ്ചവെച്ചത്. ഏത് മാനദണ്ഡം എടുത്തു നോക്കിയാലും അതിനോട് കിടപിടിക്കുന്ന ഒരു ഭരണമോ ഒരു സംവിധാനമോ നിലവിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. ആ കാലഘട്ടത്തിലെ സാഹചര്യവും വിഭവശേഷിയുമൊക്കെ പരിഗണിച്ചുകൊണ്ട് നമ്മൾ അതിനെ വിലയിരുത്തിയാൽ ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള ഭരണമായിരുന്നു അദ്ദേഹം നടത്തിയത് എന്ന്, അതേപോലെ തന്നെ ഖുലഫാഉർ റാഷിദുകളെല്ലാം നിർവഹിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്രസയിലെ വിദ്യാർത്ഥികളാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പഠിതാക്കളാണ് അവരെല്ലാം. അതുകൊണ്ടായിരുന്നു ആ രൂപത്തിലുള്ള ഭരണം അവർക്ക് കാഴ്ചവെക്കാൻ സാധിച്ചത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു ഭരണാധിപൻ എന്ന നിലയിൽ, ഒരു സൈന്യാധിപൻ എന്ന നിലയിൽ, ഒരു കുടുംബക്കാരൻ എന്ന നിലയിൽ, ഒരു അയൽവാസി എന്ന നിലയിൽ ഒരേ സമയം ഭരണാധികാരിയായ സമയത്ത് തന്നെ പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. ആധുനിക സമൂഹം ഇന്ന് കാണുന്ന ഭരണാധികാരികളെ പോലെ ആയിരുന്നില്ല യഥാർത്ഥത്തിലെ ഇസ്ലാമിക ഖലീഫമാർ. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖലീഫയായി മാറിയ വിവരമറിഞ്ഞ അയൽവാസികളിൽപ്പെട്ട ഒരു പെൺകുട്ടി പറഞ്ഞു, അൽ ആന ലാ യുഹ്ലബു ലനാ മനായിഹന, ഇനി മുതൽ നമ്മളുടെ വീടുകളിൽ പുലർച്ചെ വന്നുകൊണ്ട് ആടുകളെയും ഒട്ടകങ്ങളെയും കറന്നു തരാറുള്ള അബൂബക്കർ ഖലീഫയായി മാറിക്കഴിഞ്ഞു. ഇനി നമ്മുടെ വീട്ടിൽ നമ്മൾക്ക് പാല് കറന്നു തരാൻ ആളില്ലാതെ പോയല്ലോ എന്നൊരു പെൺകുട്ടി പറഞ്ഞു. ആ വാക്കുകൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാതിലുമെത്തി. ആളുകളുടെ വിലയിരുത്തലാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ദരിദ്രരായ ആളുകൾ അവർക്ക് ആരെങ്കിലും കൊടുക്കുന്ന സൗജന്യമാണ് മനീഹത്ത് എന്ന് പറയുന്നത്. അങ്ങനെ കിട്ടിയ ആടുകളെ വീട്ടിൽ സ്ത്രീകളായതിനാലും നോക്കാൻ ആളില്ലാത്തതിനാലും ആരെങ്കിലുമൊക്കെ പാല് കറന്ന് കൊടുത്താൽ മാത്രമാണ് അവർക്ക് കുടിക്കാൻ പറ്റുക. ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്, ഒരു പെൺകുട്ടിയാണ് ഈ കാര്യം പറഞ്ഞത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇത് കേട്ടപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, ബലാ ലഅംരി ലഅഹ്ലുബന്നഹാ ലക്കും, അങ്ങനെയല്ല, അള്ളാഹു തന്നെയാണ് സത്യം, ആ ആടുകളെ ഞാൻ തന്നെ കറക്കും. ഞാൻ ഖലീഫയായി മാറിയതിനു ശേഷം
അതിനു മുമ്പ് ഞാൻ ചെയ്യാറുണ്ടായിരുന്ന ഒരു കർമ്മത്തിനും മുടക്കമുണ്ടായിരിക്കുകയില്ല, ഒരു ഹസനാത്തിനും മുടക്കമുണ്ടായിരിക്കുകയില്ല, ഒരു ജീവകാരുണ്യ പ്രവർത്തനവും നിൽക്കാൻ പോകുന്നില്ല എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരെ സമാധാനിപ്പിച്ചു. അതായിരുന്നു ഭരണത്തിന്റെ രൂപം. കാലത്ത് ഇസ്ലാമിക ഖിലാഫത്തിന്റെ ഖലീഫ പുലർച്ചെ ആളുകൾ ഉണർന്നെഴുന്നേൽക്കുന്നതിന് മുമ്പ് അവരുടെ വീടുകളിലെത്തി പാല് കറന്നു കൊടുത്ത് തിരിച്ചു പോരുന്ന ഭരണാധികാരി. അങ്ങനെയായിരുന്നു ഭരണം അദ്ദേഹം നിർവഹിച്ചത്. അതേപോലെ തന്നെ പ്രജകൾ, അവർക്കിടയിൽ ഉണ്ടായിരുന്ന നീതിയും സമാധാനവും സുരക്ഷിതത്വ ബോധവും. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആദ്യമായി അവിടെ നിയമിച്ച കൂട്ടത്തിൽ ഒന്ന് കാളിയെ നിയമിച്ചിരുന്നു, ജഡ്ജി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വലങ്കൈ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഒരു വർഷമാണ് അദ്ദേഹം ജഡ്ജിയായി ചുമതലയേറ്റത്. അതിനുശേഷം അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു പോസ്റ്റ് ഇവിടെ ആവശ്യമില്ല. ഈ ഒരു വർഷത്തിനിടയിൽ ഒരു മഖ്ലൂക്കും എന്റെ അടുക്കൽ ഒരു തർക്കവുമായി വന്നിട്ടില്ല, അതുകൊണ്ട് ഈ തസ്തിക ക്യാൻസൽ ചെയ്യണമെന്നാണ് ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കറിനെ സമീപിച്ചുകൊണ്ട് ആവശ്യപ്പെട്ടത്. ആ രൂപത്തിൽ നീതിയും സമാധാനവും ശാന്തിയും അവിടെ നിലവിൽ വന്നു. പക്ഷെ അത് ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല. അതിനുവേണ്ടി സഹാബിമാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനു മുമ്പ് തന്നെ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് ആയിരുന്നു അവരനുഭവിച്ച സമാധാനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷ വാർത്ത അറിയിച്ചതുപോലെ തന്നെ യമനിന്റെ ഓണങ്കാറാമൂലയിൽ നിന്ന് ഒരു പെൺകുട്ടിക്ക് സുരക്ഷിതയായി മക്കയിൽ വന്ന് തവാഫും സഅയും നിർവഹിച്ച് തിരിച്ചു പോകാൻ അവൾ ഭയപ്പെടേണ്ടത് ചെന്നായകളെ മാത്രമായിരിക്കും, അതല്ലാതെ ഒരു അക്രമിയോ കൊള്ളസംഘമോ അവളെ പിടികൂടാൻ പോകുന്നില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാഗ്ദാനം ചെയ്ത വാഗ്ദത്തം പുലരുകയായിരുന്നു ഖലീഫമാരുടെ ഭരണകാലത്ത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അവിടേക്ക് എത്താൻ ഒരുപാട് ത്യാഗങ്ങൾ അവർ സഹിച്ചിട്ടുണ്ട്. അതിനെ സംബന്ധിച്ചാണ് ചെറിയ രൂപത്തിൽ ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത്. അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാവട്ടെ. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖലീഫ ഏറ്റെടുക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട് എന്തായിരുന്നു അവിടെയുള്ള അവസ്ഥ എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിര്യാണ ശേഷം റസൂലിന് അസുഖമായി എന്ന് കേട്ടപ്പോൾ തന്നെ അറേബ്യയുടെ നാനാഭാഗത്തും വിമത ശല്യം തലപൊക്കി. വിമതന്മാർ എന്ന് പറയുന്നത് ശരിയല്ല, മുർത്തദ്ദുകൾ എന്നാണ് അവരെ ചരിത്ര ഗ്രന്ഥങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അസുഖം ബാധിച്ചതോടുകൂടി അപ്പോൾ തന്നെ പല ആളുകൾക്കും ഞങ്ങൾ നബിയാണ് എന്ന് തോന്നാൻ തുടങ്ങി. തോന്നിയതല്ല, പിശാചി തോന്നിപ്പിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചരിത്രത്തിൽ ആദ്യമായി അറബികളെ ഒരുമിച്ച് കൂട്ടി, ഒരു കുടക്കീഴിൽ ഒരുമിച്ച് കൂട്ടി ഖലീഫയായി നേതാവായി ഭരണം നടത്തിയപ്പോൾ ഈ പരിപാടി തിരക്കടില്ല എന്ന് എല്ലാവർക്കും തോന്നി. ഖുറൈശികളെക്കാളും ഏറെ വീരശൂര പരാക്രമികളായിരുന്ന ബനു ഹനീഫ, നജിദിലെ ബനു ഹനീഫക്കാര്, അവരുടെ കൂട്ടത്തിൽ ഒരു നബി ഉണ്ടായി. നമുക്ക് എല്ലാവർക്കും അറിയാം, മുസൈലിമത്തുൽ കദ്ദാബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് തന്നെ മരണത്തിന് തൊട്ടു മുമ്പ്, വഫാത്താകുന്നതിന് തൊട്ടു മുമ്പ് അദ്ദേഹം വന്നിരുന്നു ബനു ഹനീഫയിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകളെയുമായി. എന്നിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു, അധികാരം നിങ്ങൾക്ക് ശേഷം ഞങ്ങൾക്ക് കൈമാറിയാൽ മക്കയിൽ നിന്ന് മദീനയിൽ നിന്ന് നജിദിലേക്ക് മാറുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കാം എന്ന് പറഞ്ഞിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അദ്ദേഹം അർഹിക്കുന്ന മറുപടി നൽകി അവനെ തിരിച്ചയച്ചു. അതേപോലെ തന്നെ യമൻ എന്ന് പറയുമ്പോൾ തായിഫിന്റെ അങ്ങോട്ടൊക്കെ ആ കാലഘട്ടത്തിൽ യമൻ എന്നാണ് വിളിച്ചിരുന്നത്, വലതുഭാഗം കഅബയുടെ എന്ന അർത്ഥത്തിൽ. ആ പ്രദേശം മുഴുവൻ സ്വാധീനം ചെലുത്തുന്ന രൂപത്തിൽ അസ്വദുൽ അനസി എന്ന കള്ളനബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് തന്നെ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഭരണത്തിന്റെ അവസാനമായപ്പോഴേക്ക് ബാക്കിയുള്ള ആളുകൾ, അറബികൾ മുഴുവൻ എന്ന് പറയാം, അവരെല്ലാം ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. സഹാബിമാർ തന്നെ പറയുന്നതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബയ്യത്ത് ഏറ്റെടുക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭരിച്ച കൗമല്ല നിലവിലുള്ളത്, മറിച്ച് മദീനയെ ആക്രമിക്കാൻ തയ്യാറായിരിക്കുന്ന അറബി ഗോത്രങ്ങളാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ബയ്യത്ത് ചെയ്ത് ഏറ്റെടുത്തതോടുകൂടി, ഖിലാഫത്ത് ഏറ്റെടുത്തതോടുകൂടി അദ്ദേഹം ആദ്യം ചെയ്ത പരിപാടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനിപ്പിച്ചിടത്തുനിന്നാണ് അദ്ദേഹം ആരംഭിച്ചത്. എന്താണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നതിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഉസാമത്ത് ബിനു സെയ്ദ് എന്ന ചെറുപ്പക്കാരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിബ്ബു റസൂലില്ലാ ഉസാമ ഇബ്നു സെയ്ദ് ഇബ്നു ഹാരിസ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹപാത്രമായിരുന്നു സെയ്ദ് ഇബ്നു ഹാരിസ. അദ്ദേഹം കൊല്ലപ്പെട്ടത് മൂത്ത യുദ്ധത്തിലാണ്. അദ്ദേഹത്തിന്റെ മകനാണ് ഉസാമ റളിയല്ലാഹു അൻഹു മജ്മഈൻ. അദ്ദേഹത്തിനെ കമാൻഡറാക്കിക്കൊണ്ട് ഒരു പട്ടാളത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുക്കി നിർത്തിയിരുന്നു. മദീനയിൽ നിന്ന് ഒരുങ്ങാൻ വേണ്ടി അവർ അല്പം മാറി ജുറുഫ്, ഏതാനും 4-5 കിലോമീറ്റർ ദൂരം
10-ൽ താഴെ കിലോമീറ്റർ ദൂരമുള്ള ഒരു സ്ഥലത്ത് അവർ ടെന്റ് അടിച്ചിരിക്കുകയാണ്. പട്ടാളക്കാരെ എല്ലാവരെയും പരിശോധിക്കുന്നു, അവരുടെ ആയുധങ്ങൾ, അവരുടെ ഒരുക്കങ്ങളൊക്കെ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് രോഗം മൂർച്ഛിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി എന്ന വിവരം അറിയുകയും ചെയ്തത്. അതോടുകൂടി അവരുടെ യാത്ര മുടങ്ങി അവരെല്ലാവരും മദീനയിലേക്ക് തിരിച്ചു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനാസ സംസ്കരണത്തിലും നിസ്കാരത്തിലൊക്കെ പങ്കെടുത്ത അതിനുശേഷം അവരെല്ലാവരും മദീനയിൽ നിൽക്കുകയാണ്. നാനാ ഭാഗത്തു നിന്നും വാർത്തകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അറബികൾ മുർത്തദ്ദായി, ഇന്ന ഗോത്രം മുർത്തദ്ദായി, ഇന്ന കബീലക്കാർ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി, ഇന്ന പ്രദേശത്ത് ഇന്ന കള്ളനബി പ്രത്യക്ഷപ്പെട്ടു എന്ന വാർത്തയാണ് ഓരോ മണിക്കൂറിലും മദീനയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉസാമയെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഉസാമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളെ വിട്ട സ്ഥലത്തേക്ക് നിങ്ങൾ പുറപ്പെടുക. സഹായിമാർക്കൊക്കെ ആശ്ചര്യം തോന്നി. എന്താണ് അബൂബക്കർ ഈ പറയുന്നത്? മദീനയിൽ ഏതാനും കുറച്ച് ആളുകൾ ഒഴികെ ബാക്കിയുള്ള മുഴുവൻ ഗോത്രങ്ങളും മദീനയെ ആക്രമിക്കാൻ തക്ക രൂപത്തിൽ അവരെല്ലാവരും ഇസ്ലാമിനെ എതിരെ, ഏറ്റവും ചുരുങ്ങിയത് അവരെല്ലാവരും മദീനയിലെ ഖലീഫയ്ക്കെതിരെ പുറപ്പെടാൻ നിൽക്കുകയാണ്. ആ സമയത്ത് മദീനയിലെ ഭൂരിഭാഗം ആളുകളും യുദ്ധം ചെയ്യാൻ പറ്റുന്ന ആളുകളാണ് യുദ്ധത്തിന് പുറപ്പെടുന്നത്. അവരുടെ കൂട്ടത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് ഉൾപ്പെടെയുള്ള പ്രമുഖരായ സഹാബിമാരൊക്കെ ഉണ്ട്. അവരെല്ലാവരും, പ്രത്യേകിച്ച് അൻസാരികൾ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചിട്ട് പറഞ്ഞു, ഈ സൈന്യത്തെ ഇപ്പോൾ നിയോഗിക്കുന്നത്, അവരെ പറഞ്ഞയക്കുന്നത് ബുദ്ധിയല്ല. കാരണം മദീന ഏത് സമയവും ആക്രമിക്കപ്പെടാം. അതുകൊണ്ട് ഇവരെ പറഞ്ഞയച്ചാൽ പിന്നീട് ശത്രുക്കൾക്ക് എളുപ്പമാണ്. മദീനയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അവിടെയുള്ള മുസ്ലിങ്ങളെ കൊല്ലാം, ഖലീഫയും അപായപ്പെടുത്താം. അതുകൊണ്ട് നിങ്ങൾ ഈ പണി ചെയ്യരുത് എന്ന് സഹാബിമാരൊക്കെ അദ്ദേഹത്തിന് ഉപദേശിച്ചു നോക്കി. അൻസാരികൾ ചട്ടം കെട്ടി ഉമർ ഇബ്നുൽ ഖത്താബിനെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞ് കീഴ്പ്പെടുത്താൻ വേണ്ടി ഏൽപ്പിച്ചു. ഉമർ റളിയല്ലാഹു വന്നിട്ട് പറഞ്ഞു, അബൂബക്കർ, നിങ്ങൾ ഈ സൈന്യത്തെ ഇപ്പോൾ പറഞ്ഞയക്കരുത്. പക്ഷേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ തീരുമാനം, അദ്ദേഹം അതിൽ നിന്ന് ലേശം പിന്മാറിയില്ല. ഉമർ ഇബ്നുൽ ഖത്താബിനെ അഭികരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, ആ ജബ്ബാറും ഫിൽ ജാഹിലിയ്യത്തി ഖവ്വാറും ഫിൽ ഇസ്ലാം, നിങ്ങൾ ജാഹിലിയ കാലത്ത് തന്റെ ഇടവും ധൈര്യവുമുള്ള ചെറുപ്പക്കാരനായിരുന്നു, മുസ്ലിം ആയതിനു ശേഷം നിങ്ങൾ എങ്ങനെ ഭീരുവായി മാറി എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനെ ആക്ഷേപിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, മദീനയിൽ ഞാൻ മാത്രമാണ് ബാക്കിയുള്ളതെങ്കിൽ പോലും ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിച്ച സൈന്യത്തെ പറഞ്ഞയക്കുക തന്നെ ചെയ്യും. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന റിപ്പോർട്ടിൽ പറയുന്നത്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലദീ നഫ്സു അബീബക്കറിൻ ബിയദിഹി ലൗ ദനൻതു അന്ന സിബാഅ തഖ്തഫുനി ലഅൻഫത്തു ബഅസ ഉസാമ. മദീനയിൽ വന്യജീവികൾ വന്ന് ആളുകളെ കടിച്ചെടുത്ത് കൊണ്ടുപോയാൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞേക്കാൻ തീരുമാനിച്ച സൈന്യത്തെ ഞാൻ മുടക്കുകയില്ല. ഉമർ ഇബ്നുൽ ഖത്താബിനോട് അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കെട്ടിയ കൊടി ഞാൻ അയക്കുന്ന പ്രശ്നമില്ല, ആ പതാക ഞാൻ അയച്ചു മാറ്റുകയില്ല. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിമാരെ വന്യജീവികൾ ആക്രമിച്ചാൽ പോലും ഞാൻ അതിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അചഞ്ചലനായി ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ സൈന്യത്തെ അദ്ദേഹം പറഞ്ഞയച്ചു. ഉസാമയുടെ അടുത്തേക്ക് അദ്ദേഹം മദീനയിൽ നിന്ന് ചെന്നു, ജുറുഫിൽ തമ്പടിച്ചിട്ടുള്ള സൈന്യത്തിന്റെ അടുത്തേക്ക്. അതെല്ലാം പരിശോധിച്ചു. ഉസാമയുടെ ഒട്ടകത്തിന്റെ അല്ലെങ്കിൽ കുതിരയുടെ ഒട്ടകത്തിന്റെ കയർ അബൂ ഉബൈദുൽ ജറാഹാണ് പിടിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പേരക്കുട്ടിയുടെ പ്രായമാണ് ഉസാമക്കുള്ളത്. 18 വയസ്സ് തികയാത്ത ചെറുപ്പക്കാരനാണ്. പക്ഷേ ആ സ്ഥാനത്തിന് അദ്ദേഹം അർഹനായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ദീർഘവീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഉസാമയെ കമാൻഡറായി നിശ്ചയിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലാണ് നിങ്ങളെ നിയോഗിച്ചിട്ടുള്ളത്, നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മുന്നോട്ട് പോയി ആ കാര്യം നിർവഹിച്ച് മടങ്ങി വരിക എന്ന് പറഞ്ഞുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഒട്ടകത്തിനൊപ്പം സഞ്ചരിക്കുകയാണ്. ഉസാമ സത്യം ചെയ്തു പറഞ്ഞു, ഒന്നുകിൽ നിങ്ങൾ വാഹനപ്പുറത്ത് കയറുക, അതല്ലെങ്കിൽ ഞാൻ ഇറങ്ങുകയാണ്. അബൂബക്കർ സിദ്ദീഖിന്റെ മറുപടി, അല്പം പൊടി അള്ളാഹുവിന്റെ മാർഗത്തിൽ അബൂബക്കറിന്റെ കാലുമേൽ പറ്റുന്നത് കൊണ്ട് ഒന്നും സംഭവിക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒട്ടകപ്പുറത്തിരിക്കുന്ന ഉസാമയോടൊപ്പം സംസാരിച്ചുകൊണ്ട് ഏറെ നേരം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുന്നോട്ട് പോയി. എന്നിട്ട് അവിടെ വെച്ച് എല്ലാവരും തയ്യാറായ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഉഖിഫു അയ്യുഹന്നാസ്, ജനങ്ങളെ നിൽക്കൂ, നിങ്ങളെ ഞാൻ ഉപദേശിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ചരിത്ര പ്രസിദ്ധമായ ഇസ്ലാമിലെ പട്ടാളക്കാർക്കുള്ള നിർദ്ദേശങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നൽകുകയാണ്. അദ്ദേഹം പറഞ്ഞത്, ഊസീകും ബി അശരിൻ ഫഹ്ഫദൂഹ, ഇസ്ലാമിന് വേണ്ടി ജിഹാദ് നടത്താൻ പോകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട 10 കാര്യങ്ങളാണ്.
നിങ്ങളത് മനഃപ്പാടമാക്കുക, നിങ്ങളത് സൂക്ഷിക്കുക. ഇഹ്ഫദുഹ അന്നി, ഒന്നാമത്തേത് ലാ തഖൂനു, നിങ്ങൾ വഞ്ചിക്കാൻ പാടില്ല. കള്ളത്തരം മുസ്ലിങ്ങൾക്ക് പറഞ്ഞതല്ല ഒന്നാമത്തേത്. രണ്ടാമത്തേത് വലാ തഗ്ലു, നിങ്ങൾ യുദ്ധത്തിനിടയിൽ ഒന്നും പറ്റിച്ചെടുക്കാൻ പാടില്ല, യുദ്ധം മുതൽ പൂഴ്ത്തിവെക്കാൻ പാടില്ല. വലാ തഗ്ദുറു, ഗദർ വഞ്ചന ഖിയാനത്തിന്റെ മറ്റൊരു ഭാഗമാണ്. ശത്രുക്കളെയാണെങ്കിൽ പോലും വഞ്ചനയിലൂടെ കീഴ്പ്പെടുത്താൻ പാടില്ല. വലാ തുമസ്സിലു, നിങ്ങൾ കീഴടക്കുന്ന എതിർവിഭാഗത്തിലെ ആളുകളെ പിടിച്ച് നിങ്ങൾ അംഗവിച്ഛേദം നടത്താൻ പാടില്ല. നിങ്ങളോട് പോരാടുന്ന പട്ടാളക്കാരെ ശത്രുക്കളെ പിടിച്ച് എന്ത് ചെയ്യാൻ പാടില്ല? വികലാംഗരാക്കാൻ പാടില്ല പിടിച്ച ആളുകളെ. വലാ തഖ്തുലു തിഫ്ലൻ സഗീറ, നിങ്ങൾ പടയോട്ടം നടത്തുന്ന പ്രദേശത്ത് കണ്ടെത്തുന്ന ചെറിയ കുട്ടികളെ നിങ്ങൾ കൊല്ലാൻ പാടില്ല. വലാ ശൈഖൻ കബീറൻ വലംറഅതൻ, പ്രായം ചെന്ന പുരുഷന്മാരെയോ സ്ത്രീകളെയോ നിങ്ങൾ കൊല്ലാൻ പാടില്ല. വലാ തഅ്കറു നഖ്ലൻ വലാ തുഹർരികു, നിങ്ങൾ ചെല്ലുന്ന പ്രദേശങ്ങളിൽ കാണുന്ന കൃഷികൾ നശിപ്പിക്കാൻ പാടില്ല, ഈന്തപ്പനകൾ മുറിക്കാൻ പാടില്ല, അത് തീയിടാൻ പാടില്ല. വലാ തഖ്തഉ ശജറത്തൻ മുസ്മിറ, ഫലഭൂയിഷ്ടമായ ഫലങ്ങളുള്ള ഒരു വൃക്ഷവും നിങ്ങൾ മുറിക്കാൻ പാടില്ല. വലാ തദ്ബഹു ഷാത്തൻ വലാ ബഖറത്തൻ വലാ ബഈറ, നിങ്ങൾ കാണുന്ന ശത്രുക്കളുടെ ഒട്ടകങ്ങളെയോ ആടുകളെയോ പശുക്കളെയോ നിങ്ങൾ കൊല്ലാൻ പാടില്ല. ഇല്ലാലി മഅ്കലത്തിൻ, നിങ്ങൾ വിശന്ന് പരവശരായി നിങ്ങൾക്ക് തിന്നേണ്ട അവസരം വന്നാലാണ് നിങ്ങൾക്ക് അതിനെ അറുക്കാൻ അനുവാദമുള്ളത്. വസൗഫ തമുറൂന ബിഅഖ്വാമിൻ ഖദ് ഫറഗു അൻഫുസഹും ഫിസ്സവാമിഇ ഫദഊഹും, നിങ്ങൾ ചെല്ലുന്ന സ്ഥലങ്ങളിൽ അമ്പലങ്ങളിലും ചർച്ചുകളിലും ആരാധനയുമായി കടന്നുകൂടുന്ന മറ്റു മതസ്ഥരായ ആളുകൾ ഉണ്ടാകും നിങ്ങളുടെ ശത്രുക്കളിൽപ്പെട്ട. അങ്ങനെ സവാമികളിൽ ചർച്ചുകളിലും അതേപോലെ തന്നെ അമ്പലങ്ങളിലും ചടഞ്ഞുകൂടി പ്രാർത്ഥിക്കുന്ന ആളുകളെ നിങ്ങൾ ആക്രമിക്കാൻ പാടില്ല. അതാരാ? മുസ്ലിമീങ്ങളല്ല. ഇന്ന് പ്രചരിപ്പിക്കുന്ന രൂപത്തിൽ ഒന്നുമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളായ സഹാബിമാർ മനസ്സിലാക്കിയിരുന്നത്. അതേപോലെ തന്നെ ഫദഊഹും വമാ ഫറഗു അൻഫുസഹും ലഹു, അവരുടെ ആ പ്രാർത്ഥനാ മണ്ഡപങ്ങളെയും അവർ നടത്തുന്ന പ്രാർത്ഥനകളെയും നിങ്ങൾ ഒഴിവാക്കുക. അതൊക്കെ മാറ്റി നിർത്തിയതിന് ശേഷം നിങ്ങളോട് യൂണിഫോം ധരിച്ച് പോരാടുന്ന സൈന്യത്തിനോട് നിങ്ങൾ പോരാടുക എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയും അവരെ നിയോഗിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തിന് മുമ്പ് എന്തിനാണ് അങ്ങനെ ഒരു സൈന്യത്തെ ഒരുക്കി നിർത്തിയത്? വഹയിന്റെ അടിസ്ഥാനത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവർത്തിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഭരണാധികാരി എന്ന നിലയിൽ, ഒരു സൈന്യാധിപൻ എന്ന നിലയിൽ ലോകം കണ്ട ഏറ്റവും ഉത്തമനായ നേതാവ് കൂടിയാണ് ആ രംഗത്തൊക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ദീർഘവീക്ഷണം തന്നെയാണ് പുലർന്നത്. മദീനയെ ആക്രമിക്കാൻ വേണ്ടി അറേബ്യ മുഴുവൻ തയ്യാറെടുത്തിരിക്കുന്ന സമയത്ത് അവർ കേൾക്കുന്ന വാർത്ത, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുത്തു. അദ്ദേഹം ആദ്യം ചെയ്യുന്നത് ഭൂരിഭാഗം സഹാബിമാരെയും റോമാക്കാരെ ആക്രമിക്കാൻ വേണ്ടി പറഞ്ഞയച്ചിരിക്കുകയാണ്. അവർ മനസ്സിലാക്കിയത്, മിക്ക ആളുകളും അവർ കടന്നുപോയ സ്ഥലത്തുള്ള ആളുകളൊക്കെ മനസ്സിലാക്കിയത് മദീന ഏറ്റവും നല്ല രൂപത്തിലാണ് ഇപ്പോൾ ഉള്ളത്. മദീനയിലെ ആളുകളെല്ലാം സന്നാഹത്തോടു കൂടി കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് മദീനയിലേക്ക് ഒരു യുദ്ധവുമായി ചെല്ലാൻ പറ്റുകയില്ല എന്ന പ്രചാരണമാണ് അത് പോകുന്ന സ്ഥലത്തൊക്കെ ഉണ്ടായത്. അതേപോലെ തന്നെ സൈന്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ച രൂപത്തിൽ മുഅ്ത എന്ന് പറയുന്ന യുദ്ധത്തിലാണ് സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു ഷഹീദായത്. മകനാണ് അങ്ങോട്ട് പോയത്. ആ പ്രദേശങ്ങളിൽ ഷാമിന്റെ ഭാഗത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിശ്ചയിച്ച പോലെ തന്നെ ബൽഖാ എന്ന പ്രദേശം, അങ്ങനെയുള്ള പല പ്രദേശങ്ങളിലൂടെയും അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ച ദൗത്യം നിർവഹിക്കുകയും 70 ദിവസത്തിന് ശേഷം മടങ്ങിയെത്തുകയും ചെയ്തു. അപ്പോഴേക്ക് മദീനയിൽ ഒരുപാട് സംഭവ വികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായിരുന്നാലും അവര് ഗനീമത്ത് ലഭിച്ചു, ആർക്കും പരിക്ക് പറ്റിയില്ല, കൊല്ലപ്പെട്ടില്ല, സുരക്ഷിതരായി ആ സൈന്യം മടങ്ങിയെത്തി. ഇതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തീരുമാനം. അബൂബക്കർ സിദ്ദീഖ്, ആ പേര് പോലെ തന്നെ നമ്മുടെ മുമ്പ് കേട്ട രൂപത്തിൽ റസൂൽ എന്താണ് പറഞ്ഞത്? ഹുദൈബിയ സന്ധിയിൽ നമ്മളത് കേട്ടതാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് എതിർത്തു. സഹാബിമാരിൽ ഭൂരിഭാഗവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പന ഉൾക്കൊള്ളാൻ പറ്റാതെ വിഷമിച്ചിരിക്കുമ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ത് പറഞ്ഞത്? ഇന്നഹു റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ വഹി ലഭിക്കുന്ന പ്രവാചകനാണ്, റസൂലിന്റെ കാൽക്കൽ വീണോ ഇബ്നുൽ ഖത്താബ് എന്ന് പറഞ്ഞുകൊണ്ട് ഉപദേശിച്ചത്. ആ ഉപദേശം തന്നെയാണ് സഹാബിമാരുടെ ഒക്കെ അഭിപ്രായം മറിച്ചായിരുന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പന അത് ഞാൻ പാലിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞതിന്റെ സൽഫലം സഹാബിമാർക്ക് ദിവസങ്ങൾക്കുള്ളിൽ പുലർന്നു കാണുന്ന അവസ്ഥയാണ് സംജാതമായത്. ബാക്കി മദീനയിലെ അവസ്ഥ, അതല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യത്തുള്ള അവസ്ഥ വളരെ ശോചനീയമായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് അറേബ്യയിലെ ഒരുപാട് ഗോത്രങ്ങളിൽ നിന്ന് വഫ്ദുകൾ എത്താൻ തുടങ്ങി. അവരുടെയൊക്കെ പ്രതിനിധികൾ. എല്ലാവർക്കും പറയാനുള്ളത് എന്താണ്?
അവർക്കൊക്കെ പറയാനുള്ളത് മദീനയിലെ ഭരണകൂടവുമായി ഞങ്ങൾ ബന്ധം വിച്ഛേദിച്ചിട്ടുണ്ട്, ഞങ്ങളിനി സ്വതന്ത്രരാണ്. ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കായിരുന്നു കീഴ്പ്പെട്ടിരുന്നത്. ഇപ്പൊ ആരാണ് ഭരണാധികാരി? റസൂലുള്ളാഹി വഫാത്തായി പോയി. അബൂബക്കറിനെ അനുസരിക്കാമെന്ന് ഞങ്ങൾ ബയ്യത്ത് ചെയ്തിട്ടില്ല. അവർക്കൊക്കെ 3-4 കൊല്ലം കൊണ്ട് മടുത്തു. അറബികൾ ശീലിച്ചത് അടിപിടിയും കലാപവും കലഹവുമായിട്ട് അങ്ങനെ ഒട്ടകങ്ങളെയും വെച്ച് മരുഭൂമിയിലൂടെ നടക്കുന്ന സ്വഭാവക്കാരാണ്. അവരെല്ലാവരും ഒരു വ്യവസ്ഥാപിതമായ ഭരണകൂടത്തിന് കീഴിൽ കൊണ്ടുവന്നപ്പോ 2-3 വർഷമായിപ്പോയി അതിൽ പല ആളുകൾക്കും അതൊരു പ്രയാസമായി തോന്നി. പ്രത്യേകിച്ച് ഇസ്ലാം മനസ്സിൽ കയറാത്ത അയറാബികൾക്ക്. അവരാണ് ഭൂരിഭാഗവും. അയറാബികൾ എന്ന് പറഞ്ഞാൽ ഗ്രാമപ്രദേശക്കാർ എന്നാണ് അതിന്റെ അർത്ഥം, അല്ലാതെ ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ജീവിക്കുന്ന അങ്ങനെയുള്ള ആളുകൾ, കൃഷിയും മറ്റു കാര്യങ്ങളുമായി കഴിഞ്ഞുകൂടുന്ന ആളുകൾ. പക്ഷെ അവരുടെ പ്രത്യേകത, അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്ന് പഠിക്കാത്തത് കൊണ്ട് അവർക്ക് വിശ്വാസം ശരിയായ രൂപത്തിൽ മനസ്സിൽ കയറിയിരുന്നില്ല. അതുകൊണ്ടാണ് അയറാബികൾ ആക്ഷേപിക്കപ്പെട്ടത്. അതേ അയറാബികളിൽ തന്നെ ഈമാനുള്ള ആളുകൾ ഉണ്ടായിരുന്നു. സൂറത്ത് തൗബയിൽ പറഞ്ഞതുപോലെ ഒമിനൽ അയറാബി എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്ത് തൗബയിൽ 2 വിഭാഗം അയറാബികളുടെ കൂട്ടത്തിൽ ഈമാനും ഇഖ്ലാസുമുള്ള ആളുകളുണ്ട്. അയറാബികളുടെ കൂട്ടത്തിൽ അൽ അയറാബു അശദ്ദു കുഫറൻ വ നിഫാഖ, ഏറ്റവും കാപട്യവും കുഫറും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആളുകളും അവരുടെ കൂട്ടത്തിലുണ്ട് എന്നൊക്കെ ഖുർആൻ പല ശൈലിയിൽ പറഞ്ഞത് നമുക്ക് കാണാൻ പറ്റും. ഏതായിരുന്നാലും അവർ വന്ന് പറഞ്ഞത്, ഒരു വിഭാഗം വന്ന് പറഞ്ഞു, ഞങ്ങള് മുസ്ലിമായി തുടരാം, ഭരണകൂടത്തിന്റെ കീഴിൽ ജീവിക്കുകയും ചെയ്യാം, പക്ഷേ സക്കാത്ത് കൊടുക്കാൻ പറ്റൂല. കാരണം സക്കാത്തിനെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞത് ഖുദ് മിൻ അംവാലിഹിം സദഖതൻ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ വസല്ലി അലൈഹിം ഇന്ന സ്വലാതക സകനുൽ ലഹും. എന്താ പറഞ്ഞത്? ഖുദ് മിൻ അംവാലിഹിം. ഇപ്പോ പല ആളുകളും ഈ ഗ്രാമറൊക്കെ നോക്കിയിട്ടാണ് ഇസ്ലാമിനെ വിലയിരുത്തല്, ഖുർആനൊക്കെ. ഖുദ് എന്ന് പറഞ്ഞാൽ നീ സ്വീകരിക്കുക, നീ ഒരാളോടുള്ള കൽപ്പനയാണ്. അത് പിന്നെ ആരോടുള്ള കൽപ്പനയല്ല, അബൂബക്കറിനോടുള്ളതല്ല, റസൂലിനോട് പറഞ്ഞതാണ്. നിങ്ങൾ സ്വീകരിക്കുക അവരുടെ സ്വത്തിൽ നിന്ന് സക്കാത്ത് വാങ്ങുക. വസല്ലി അലൈഹിം, അങ്ങനെ സക്കാത്ത് ഏൽപ്പിക്കുന്ന ആളുകൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥന ലഭിക്കാൻ വേണ്ടി ഞങ്ങൾ കൊടുത്തിരുന്ന സാധനമാണെന്ത്? റസൂലിനുണ്ടായിരുന്ന സക്കാത്ത്. ആ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ ഇനി പ്രാർത്ഥിച്ചാൽ തന്നെ അബൂബക്കറിന്റെ പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തുല്യമാവുകയില്ല. അതുകൊണ്ട് അവരൊക്കെ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. എങ്ങനെ പുറത്തുപോയി? സക്കാത്ത് നിഷേധിച്ചുകൊണ്ട്. ഉടനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത് പരിഹരിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവിടെ ഉണ്ടായിരുന്ന അവസ്ഥയെ പറ്റി പറഞ്ഞത്, ഒരിക്കൽ ആ കാര്യം പറഞ്ഞത് ഇബ്നു അസാക്കിർ ദിമശ്കി അദ്ദേഹത്തിന്റെ താരീഖിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, വല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹു തന്നെയാണ് സത്യം, ലൗലാ അന്ന അബൂബക്കറിൻ ഉസ്തുഖ്ലിഫ മാ ഉബിദല്ലാഹ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എങ്ങാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ഭരണാധികാരം ഏറ്റെടുത്ത് വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ അറേബ്യൻ ഉപദ്വീപിൽ അള്ളാഹു ആരാധിക്കപ്പെടുമായിരുന്നില്ല. അദ്ദേഹം വീണ്ടും ആവർത്തിച്ചു പറഞ്ഞു, 2ാം പ്രാവശ്യവും ഈ വാക്ക്. 3ാം പ്രാവശ്യവും പറഞ്ഞപ്പോ കേട്ടിരുന്ന ആൾക്കാർ പറഞ്ഞു, മഹിയ അബൂ ഹുറൈറ, നമ്മളെ ഭാഷയെ പറയാറില്ലേ, നിർത്ത് അബൂ ഹുറൈറ, എന്ത് വർത്താനായി പറയുന്നത്? അള്ളാഹുവിന്റെ റസൂൽ ഇസ്ലാം ദീൻ പ്രചരിപ്പിച്ചു പോയതല്ലേ, പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരിച്ചിട്ടില്ലെങ്കിൽ അത്രക്ക് പറയണോ, ഉയർത്തി പറയണോ എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആക്ഷേപിച്ചു. അപ്പൊ അദ്ദേഹം പറയാൻ, ഇർതദ്ദത്തിൽ അറബു ഖാതിബതൻ, ഭൂരിഭാഗം അറബികളും ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായതോടുകൂടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉസാമയുടെ സൈന്യത്തെ പറഞ്ഞയച്ചതോടുകൂടി മദീനയെ ആക്രമിക്കാൻ വേണ്ടി അവർ മദീനയുടെ അടുത്ത് വന്ന് തമ്പടിച്ചു. മിക്ക ആളുകളും സഹാബിമാരുടെ വീക്ഷണം ശരിയായിരുന്നു ആ നിലയിൽ. പക്ഷേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉസാമ പോയ ആ ദിവസം തന്നെ മദീനയിലേക്ക് വന്നു. അവിടെ വന്ന് ചെയ്തത്, ആ രാത്രി പുരുഷന്മാരോടൊന്നും വീട്ടിൽ കിടക്കാതെ മദീനയുടെ 4 ഭാഗത്തും പോയി കാവൽ നിൽക്കാനാണ്. അതിൽ 1ാം സ്ഥാനത്തുണ്ടായിരുന്നത് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം ഉസാമയുടെ കൂടെ പോയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ളത് എന്താണ്? 6 മാസത്തിന് ശേഷമാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ, അലി റളിയല്ലാഹു അൻഹു ബയ്യത്ത് ചെയ്തത് എന്നാണ്. ആ രാത്രി തന്നെ മദീനയെ സംരക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം ആയുധവും എടുത്ത് കാവൽ നിൽക്കാൻ വേണ്ടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൽപ്പിച്ച സ്ഥലത്തേക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോയിട്ടുണ്ട്. രാത്രി അവിടെ തമ്പടിച്ചു, അവർ കാവൽ നിൽക്കുകയാണ്. പാറാവുകാരെ ഏർപ്പെടുത്തി. നേരം പുലർന്നപ്പോഴേക്ക് വാർത്തയെത്തി, മദീനയെ ആക്രമിക്കാൻ വേണ്ടി ആളുകൾ എത്തിയിട്ടുണ്ട്. 1-2 ദിവസത്തിനുള്ളിൽ സർവ്വസന്നാഹത്തോടുകൂടി ഗോത്രക്കാർ വരാൻ പോവുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീനയിൽ ബാക്കിയുള്ള ആളുകളെയും കൂട്ടി അവരിങ്ങോട്ട് വരുന്നതിന് മുമ്പേ തന്നെ അങ്ങോട്ട് ആക്രമിച്ചു. മദീനയുടെ പ്രാന്തപ്രദേശത്ത് വെച്ച് അവരെ തോൽപ്പിക്കപ്പെട്ടു. പക്ഷെ അതിനു മുമ്പ് മുസ്ലിം സൈന്യമാണ് ആദ്യമായി പരാജയപ്പെട്ടത്. അവർക്ക് മുമ്പിൽ, അറാബികൾക്ക് മുമ്പിൽ അവർ ചെയ്തത്,
അവരുടെ അടുത്ത് ഈ വെള്ളം കുടിക്കാൻ അറബികൾ പിന്നെ പഴയ കാലത്തൊക്കെ ഇപ്പോഴും ആളുകൾ ചെയ്തേക്കാം, ഈ തോല് കൊണ്ടൊരു വെള്ളപ്പാത്രം ഉണ്ടാക്കാറുണ്ട്. ആടിനെ പിന്നെ തോലുരിച്ചിട്ട് അതിന് 2 ഭാഗം കെട്ടിയിട്ടുണ്ടാകുന്ന കിറബ് എന്ന് പറയും. അങ്ങനെയുള്ള തോൽപാത്രത്തിൽ വെള്ളമായിരുന്നില്ല. കാറ്റടിച്ചിട്ട് ഫുട്ബോൾ പോലെ മലയിൽ കയറി അത് കുതിരകൾ വന്നപ്പോൾ അതങ്ങോട്ട് പറത്തി വിട്ടു. ഇത് കണ്ട് പേടിച്ചുകൊണ്ട് മുസ്ലിങ്ങളുടെ വളരെ കുറച്ച് ആളുകളുടെ അടുത്ത് മാത്രമേ ഒട്ടകങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളൂ. നവാലിഹ്, യുദ്ധത്തിൽ കൊണ്ടുപോകാൻ പറ്റിയ, സവാരിക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒട്ടകങ്ങളുമായിട്ടല്ല അവർ ചെന്നിട്ടുള്ളത്. അതുമായിട്ട് ആര് പോയിട്ടുണ്ട്? സൈന്യം ഉസാമ പോയിട്ടുണ്ട്. ബാക്കിയുള്ള ആളുകളെയുമായിട്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പുറപ്പെട്ടിട്ടുള്ളത്. അത് കണ്ടപ്പോഴേക്ക് അവരുടെ സൈന്യം പിന്തിരിഞ്ഞോടി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീനയിൽ വന്നു. അവിടെയുള്ള എല്ലാ ആളുകളെയും അന്ന് രാത്രി തന്നെ, ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നടന്ന സംഭവങ്ങളാണ്, അവരെല്ലാവരെയും ഒരുക്കി മദീനയെ ആക്രമിക്കാൻ വന്ന സൈന്യത്തെ തിരിച്ചടിക്കുകയും അവരെ പിന്തിരിഞ്ഞോടുകയും ചെയ്തു. അപ്പൊ ഇവരെ ഈ ഇസ്ലാമിൽ നിന്ന് ഞങ്ങൾ അനുസരിക്കൂല, സക്കാത്ത് കൊടുക്കൂല എന്നൊക്കെ പറഞ്ഞ ആളുകൾ അവരുടെ മനസ്സിലൊക്കെ ഉള്ള പ്ലാൻ എന്താണ്? അവസരം കിട്ടിയാൽ മദീനയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തണം, ഇസ്ലാമിക ഖലീഫയെ അംഗീകരിക്കാൻ പറ്റില്ല എന്ന മനസ്ഥിതി അവരിൽ മിക്ക ആളുകളുടെ അടുത്തുണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന സംഭവ വികാസങ്ങളാണ് തുടർന്നുള്ള ദിവസങ്ങളിലൊക്കെ ഉണ്ടായത്. സഹാബിമാരിൽ പല ആളുകളും വന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പല തരത്തിലും ഉപദേശിച്ചതൊക്കെ അതിനിടയിൽ നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങളിൽ വായിക്കാൻ പറ്റും. ഏതായിരുന്നാലും ആ സൈന്യം പരാജയപ്പെട്ടു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ 60 ദിവസം എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഉസാമ റളിയല്ലാഹു അൻഹു അല്ലെങ്കിൽ 70, അതിനിടയിൽ ഉസാമ റളിയല്ലാഹു അൻഹു അവരുടെ പടനീക്കം വിജയകരമായി പൂർത്തിയാക്കി തിരിച്ചെത്തി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനെ മദീനയിൽ നിർത്തി. പിന്നീട് സൈന്യവുമായി പുറപ്പെടുകയാണ് യുദ്ധത്തിന് വേണ്ടി. അലി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സഹാബിമാരൊക്കെ അപേക്ഷിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും അപായം പറ്റിക്കഴിഞ്ഞാൽ ഇനി മുസ്ലിങ്ങൾക്കൊരു നേതാവില്ല, നിങ്ങൾ പുറപ്പെടാൻ പാടില്ല. പക്ഷേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിസമ്മതിച്ചുകൊണ്ടാണ് നിർബന്ധപൂർവ്വം ദിൽഖസ എന്ന പ്രദേശത്തേക്ക് അബസ് ഗോത്രക്കാര്, തുബിയാൻ ഗോത്രക്കാരൊക്കെയാണ് ആദ്യമായി മദീനയെ ആക്രമിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്നത്. മദീനയുടെ ചുറ്റുഭാഗത്തുണ്ടായിരുന്ന ഗോത്രങ്ങളാണ് ഏറ്റവും അടുത്തുള്ളത്. അവരൊന്നടങ്കം, ഇന്നത്തെ പോലെ പ്രദേശങ്ങളല്ല, ജിദ്ദ അല്ലെങ്കിൽ റാബഗ്, എംബോ എന്ന് പറഞ്ഞ പ്രദേശങ്ങളുടെ പേരിലായിരുന്നില്ല അന്ന് സ്ഥലങ്ങൾ അറിയപ്പെട്ടിരുന്നത്. മക്ക, മദീന അങ്ങനെയുള്ള പ്രദേശങ്ങളുണ്ട്, ജിദ്ദ എന്ന് നിലവിലില്ല. ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഓരോ ഗോത്രക്കാരും താമസിക്കുന്ന പ്രദേശമായിട്ടാണ് അറിയപ്പെടുക. അവരാ ഗോത്രക്കാർ മാത്രമേ താമസിക്കുള്ളൂ. അവരൊന്നിച്ചായിരിക്കും ഒരു പ്രദേശത്ത് താമസിക്കുക, വേറെ ആൾക്കാർ ആ പ്രദേശത്ത് ഉണ്ടാവില്ല. അപ്പൊ ഒരു കബീല ഇറങ്ങി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ പ്രദേശക്കാർ മുഴുവൻ മദീനക്കെതിരെ പുറപ്പെട്ടു എന്നതാണ്. അല്ലാതെ ഒരു ഗോത്രക്കാർ വന്നു, ഒരു കൂട്ടം ആളുകൾ, ഒരു ബാപ്പയും ഉമ്മയും വന്നു, അല്ലെങ്കിൽ മക്കളും വന്നു എന്ന അർത്ഥത്തിലല്ല ഗോത്രം എന്നവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. ഏതായിരുന്നാലും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ദിൽഖസ എന്ന പ്രദേശത്തേക്ക് അലി റളിയല്ലാഹു അൻഹു കൊണ്ട് അങ്ങനെയുള്ള പ്രമുഖ സഹാബികളുമായി പുറപ്പെട്ടു. അവിടെ അറാബികളെ ശരിപ്പെടുത്തി. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് മുർത്തദ്ദികളോടുള്ള യഥാർത്ഥ യുദ്ധം ആരംഭിക്കുകയാണ്. ആ ചരിത്രം നമുക്ക് പിന്നീട് വിശദമായിട്ട് കേൾക്കാം. ഇതാണ് മദീനയുടെ അവസ്ഥ. ഇനി ബാക്കിയുള്ള പ്രദേശങ്ങളുടെ അവസ്ഥ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണപ്പെട്ടതോടുകൂടി മക്ക, മദീന, തായിഫ് എന്ന 3 പട്ടണങ്ങൾ പ്രസിദ്ധമായ അക്കാലത്ത്. പിന്നെ ഒരു ഗ്രാമം, അത് ജവാസ എന്ന് പറയുന്ന പ്രദേശമാണ്. ഖത്തീഫിൽ നിന്ന് 10-20 കിലോമീറ്റർ മാറിയുള്ള ചെറിയൊരു ഗ്രാമമാണ്, ഇന്നും നിലനിൽക്കുന്നുണ്ട്. ആ പ്രദേശം ഒഴികെയുള്ള മുഴുവൻ സ്ഥലത്തും ജമാഅത്ത് നമസ്കാരം അവസാനിച്ചു, ജുമാ നമസ്കാരം അവസാനിച്ചു. ഇബ്നു കസീർ, അതേപോലെ തന്നെ സിയർ അലാബൻ നുബലായിൽ ഇമാം ദഹബി തുടങ്ങിയ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത് ബാക്കിയുള്ളതൊക്കെ ഈ പറഞ്ഞ ഏതെങ്കിലും രൂപത്തിൽ ഇസ്ലാമിൽ നിന്ന് മുർത്തദ്ദായോ സക്കാത്ത് നിഷേധിച്ചോ പുറത്തു പോകുന്ന അവസ്ഥയായിരുന്നു. അവരുടെയൊക്കെ ഇടയിൽ അല്പാൽപ്പം മുസ്ലിങ്ങളുണ്ട്, പക്ഷേ പ്രത്യക്ഷത്തിൽ അവരെല്ലാവരും ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ അവസ്ഥയായിരുന്നു. മക്കയിൽ സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു കേട്ടിട്ടുണ്ടാവും. ഹുദൈബിയ സന്ധി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ചർച്ചയ്ക്ക് വേണ്ടി അവസാനമായി മക്കയിൽ നിന്ന് വന്നത് സുഹൈൽ ഇബ്നു അംറാൻ. മക്കയിലുള്ള ആളുകൾ വിചാരിച്ചു, നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിച്ചതോടുകൂടി ഇനി പഴയ മതത്തിലേക്ക് തന്നെ മടങ്ങിപ്പോകാം എന്ന താല്പര്യത്തോടു കൂടി കുറെ ആളുകൾ അതിനുവേണ്ടി ചട്ടം കെട്ടാൻ ഒരുങ്ങി. ഈ വിവരം അറിഞ്ഞപ്പോൾ സുഹൈൽ എഴുന്നേറ്റിരുന്നുകൊണ്ട് കഅബയുടെ അടുത്ത് വന്ന് പ്രസംഗിച്ചു, നിങ്ങളാണ് അവസാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിച്ച ആൾക്കാർ അല്ലേ? മക്ക ഫത്ഹ് ഏറ്റവും അവസാനം ഉണ്ടായതാണ്. അതുകൊണ്ട് നിങ്ങൾ ഇസ്ലാമിൽ നിന്ന് ആദ്യം പുറത്തു പോകുന്ന ആൾക്കാരായി മാറരുത്, ഇസ്ലാമിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രസംഗിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റസൂലിനെതിരെ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ് സുഹൈൽ ഇബ്നു അംർ, ഖുറൈശികളുടെ ഭാഗത്തു നിന്ന് റസൂലിനെ ഒരുപാട് ചീത്ത പറഞ്ഞ് പ്രസംഗിക്കുകയും പാടുകയും ചെയ്ത വ്യക്തിയാണ്. ബദറിൽ വെച്ച് സുഹൈൽ പിടിക്കപ്പെട്ടു. കൊണ്ടുവന്നപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് വാളെടുത്തിട്ട് പറഞ്ഞു, അവന്റെ നാവ് ഇങ്ങോട്ട് ഞാൻ പിഴുതെറിയട്ടെ. ആരുടെ?
സുഹൈലിന്റെ ഇവൻ അള്ളാഹുവിന്റെ റസൂലിനെ ഒരുപാട് ചീത്ത പറഞ്ഞ ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അവരെ വിട്ടേക്കുക, എന്നെങ്കിലും ഒരു കാലത്ത് അയാൾ ഇസ്ലാമിന് വേണ്ടി സംസാരിച്ചേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് മാപ്പ് ചെയ്ത് റസൂൽ വിട്ടതാണ്. ആ മാപ്പ് ഈ അവസരത്ത് പുലരുകയാണ്. അദ്ദേഹമാണ് പ്രഭാഷണം നടത്തുകയും മക്കയിലെ ആളുകളെ മുഴുവൻ ഇസ്ലാമിൽ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്തു എന്നാണ് ചരിത്ര ഗ്രന്ഥങ്ങൾ പറയുന്നത്. രണ്ടാമത് തായിഫാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കല്ലെറിഞ്ഞ് ഓടിച്ച ആളുകളാണ്. അവരുടെ കൂട്ടത്തിൽ ആരും പ്രസംഗിക്കേണ്ടി വന്നിട്ടില്ല, അവരാരും മുർത്തദായി മാറിയില്ല എന്നാണ്. മക്കക്കാർ ഒന്നടങ്കം ഇസ്ലാമിൽ തായിഫുകാർ ഒന്നടങ്കം ഇസ്ലാമിൽ ഉറച്ചു നിന്നു. പിന്നെയുള്ളത് മദീനയാണ്. ഖലീഫ അവിടെ ഉണ്ട്, മുസ്ലിങ്ങളും അവിടെയുണ്ട്, അവരുടെ ഇടയിലും ആ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ അവിടെയൊക്കെ മുനാഫിക്കുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ പറ്റും. അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന മുനാഫിക്കുകൾ, യഹൂദന്മാർ ബാക്കിയുള്ളത്, അങ്ങനെയുള്ള ആളുകളൊക്കെ തക്കം കിട്ടിയാൽ ഇസ്ലാമിനെതിരെ പുറപ്പെടണം എന്ന നിയ്യത്തിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അവസാനമായി ഒരു കറിയ ബാക്കിയുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. കറിയ എന്ന് പറഞ്ഞ ഗ്രാമപ്രദേശം, അതാണ് നേരത്തെ പറഞ്ഞ ബഹ്റൈനിലുള്ള ആ കാലത്തെ ബഹ്റൈൻ. ഇന്നത്തെ ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിലല്ല, അന്ന് ബഹ്റൈൻ എന്ന് പറയുന്നതാണ് അൽ അഹ്സ എന്ന് നമ്മൾ ഇന്ന് ആധുനിക സൗദി അറേബ്യയിൽ പറയുന്ന പ്രദേശം. അവിടെ ഉണ്ടായിരുന്ന ഈ കൊച്ചു ഗ്രാമം, അവിടെയുള്ള ആളുകള് ഹിജ്റയുടെ 10-ാം കൊല്ലാണ് മുസ്ലിം ആവാൻ വേണ്ടി വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹുദൈബിയ സന്ധി ഏർപ്പെട്ടതിന് ശേഷം 8, 9, 10 കൊല്ലത്തിൽ ഒരുപാട് അറബികൾ കൂട്ടത്തോടുകൂടി വന്ന് ഇസ്ലാം സ്വീകരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബൈഅത്ത് ചെയ്യുകയും ചെയ്തിരുന്നു. ആ കൂട്ടത്തിൽ വന്നതാണ്. സഹീഹ് ബുഖാരിയിൽ പല സ്ഥലത്തും അവരുടെ സംഭവം കാണാൻ പറ്റും. വഫ്ദ് അബ്ദുൽ ഖൈസ് എന്നാണ് അതിന്റെ പേര്. അവർ വന്നപ്പോൾ റസൂൽ ചോദിച്ചു, എവിടുന്നാണ്, ആരാണിത്? അവർ പറഞ്ഞു, മിൻ റബീഅ, ഞങ്ങൾ റബീഅക്കാരാണ്. അറേബ്യയിലെ വലിയ വലിയ ഗോത്രങ്ങളുടെ പേരാണ്. മക്കയും മദീനയും ഹിജാസിലൊക്കെ താമസിച്ചിരുന്നത് മുദർ ഗോത്രക്കാരാണ്. അതേപോലെ ഇന്നത്തെ സൗദി അറേബ്യയുടെ കിഴക്ക് ഭാഗത്ത് താമസിച്ചിരുന്ന ആളുകൾ റബിയ ഗോത്രക്കാരാണ്. ബക്കർ ബിൻ വായിൽ എന്നൊക്കെ തുടങ്ങി അറബികളുടെ ചരിത്രം പറയുകയാണെങ്കിൽ വളരെ വിശാലമായ സംഗതിയാണ്. ഇവിടെ അവർ പറഞ്ഞു, ഞങ്ങൾ റബിയ ഗോത്രക്കാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെത്തുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിരുന്നു, കിഴക്ക് ഭാഗത്ത് താമസിക്കുന്ന ഏറ്റവും അഫ്ദലായ ഒരു ഗോത്രം ഇപ്പോൾ മുസ്ലിം ആവാൻ വരും. അല്പനേരത്തിനുള്ളിൽ അവർ വന്നു, അവർ മുസ്ലിമായി. അവരുടെ നേതാവ്, അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന മുൻദിർ ബിൻ ആയിദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്നപ്പോൾ എല്ലാവരും ഓടുകയാണ് റസൂലിനെ കാണാൻ വേണ്ടി. ആ ജട പിടിച്ച ശരീരത്തോടുകൂടി ആഴ്ചകളോളം യാത്ര ചെയ്ത് വന്ന ആളുകളാണ്. കൈതപ്പുറത്തും നടന്നും ഒട്ടകപ്പുറത്തൊക്കെയാണ് അവരെത്തിയിട്ടുള്ളത്. അവരുടെ തലവനായ മുൻദിർ ബിൻ ആയിദ് അവസാനമാണ് എത്തിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇന്ന ഫീക ഖസ്ലതൈൻ യുഹിബ്ബുഹും അല്ലാഹ്, നിങ്ങളിൽ 2 ഗുണമുണ്ട്, അള്ളാഹു ഇഷ്ടപ്പെടുന്ന 2 ഗുണം. അപ്പൊ അദ്ദേഹം ചോദിച്ചു, അത് എന്റെ പ്രകൃതിയിലുള്ളതാണോ അതല്ല ഞാൻ സമ്പാദിച്ചെടുത്തതാണോ? അള്ളാഹു എന്നെ അങ്ങനെ പടച്ചതാണോ അതല്ല എനിക്ക് പ്രകൃതിയിൽ നിന്ന് എന്റെ തറവാട്ടിൽ നിന്നൊക്കെ ഞാൻ പിൽക്കാലത്ത് പഠിച്ചെടുത്തതാണോ? റസൂൽ പറഞ്ഞു, അല്ല, ജിബില്ലത്തുൻ ജബലകല്ലാഹു അലൈഹിമ, അള്ളാഹു നിങ്ങൾക്ക് പ്രകൃതിയാ തന്ന പടച്ച 2 ഗുണങ്ങളാണ്. എന്താ പറഞ്ഞത്? എന്നിട്ട് അൽ ഹിൽമു വൽ അനാ, അവധാനതയും വിവേകവുമാണ് നിങ്ങൾക്കുള്ള 2 ഗുണങ്ങൾ. അദ്ദേഹം അവസാനമാണ് ബൈഅത്ത് ചെയ്യാൻ വന്നത്. അവിടെ ഇറങ്ങി കുളിച്ച് വൃത്തിയായി എല്ലാ ഒരുക്കത്തോടും കൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടി അദ്ദേഹം വന്നത്. അവരും മടങ്ങിപ്പോയി. അവരുടെ കൂട്ടത്തിൽ നിന്ന് വേറെയും ആളുകൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിക്കുകയും ബൈഅത്ത് ചെയ്യുകയും ചെയ്തിരുന്നു. അവിടെയാണ് ഈ ജവാസയിലുള്ള മസ്ജിദുൽ ജവാസ എന്ന് പറയുന്ന പള്ളി. ഇപ്പോഴും ആധുനിക ഗവൺമെന്റ് അതിനെ പുനരുദ്ധരിച്ചിട്ടുണ്ട്. അവിടെ പോകാൻ പറ്റും, കാണാൻ പറ്റും. അതൊക്കെ ഒരു സുന്നത്തായ കാര്യം നിലനിൽക്കല്ല, ഒരു ചരിത്രം പഠിക്കുക എന്ന നിലയിൽ നമുക്ക് മാപ്പിൽ തെരഞ്ഞാലും കാണാൻ പറ്റും. ആ പ്രദേശത്താണ് മക്ക മദീനയ്ക്ക് ശേഷം ആദ്യമായി ജുമുഅ നമസ്കരിക്കപ്പെട്ട സ്ഥലം അവിടെയാണ്. അതേപോലെ തന്നെ അവിടെയുള്ള ആളുകളും ഈ ഏതാനും പേരൊഴിച്ച്, ആ ചെറിയ ഗ്രാമപ്രദേശം ഒഴിച്ച് ബാക്കിയുള്ള അബ്ദുൽ ഖൈസ് ഗോത്രം മുഴുവൻ അവരിൽ ഭൂരിഭാഗവും മുർത്തത്തായി പോയിരുന്നു. അങ്ങനെ തിരിച്ചു വന്നതും ആദ്യമായി അവർ തന്നെയാണ്. ഈ നേരത്തെ പറഞ്ഞ ജഅല ബിൻ ജാറൂദ് എന്ന് പറയുന്ന വ്യക്തി അവസാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് മുമ്പ് 2ാമത്തെ ട്രിപ്പിൽ അവിടെ നിന്ന് മുസ്ലിം ആകാൻ വന്ന വ്യക്തിയാണ്. അദ്ദേഹം റസൂലിന്റെ കൂടെ താമസിച്ചു ബാക്കിയുള്ള സമയം. എന്നിട്ട് അവസാനമാണ് ഈ ജവാസയിലേക്ക്, ഷർക്കയിലേക്ക് മടങ്ങിപ്പോകുന്നത്. അദ്ദേഹം കേൾക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തായ വിവരമാണ്. അതോടുകൂടി ആളുകളൊക്കെ വന്നിട്ട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിച്ചു, ഇനി നമുക്ക് എന്ത് ചെയ്യാം, പഴയ ജാഹിലിയത്തിലേക്ക് മടങ്ങിപ്പോകാം സന്തോഷത്തോടു കൂടി എന്ന അഭിപ്രായമാണ് ഭൂരിഭാഗം ആളുകൾക്കുള്ളത്. അപ്പൊ അദ്ദേഹം എഴുന്നേറ്റുകൊണ്ട് പ്രസംഗിച്ചു. അവരിൽ ഭൂരിഭാഗം ആളുകളും നസ്രാനികളായിരുന്നു. അറേബ്യയിലെ ഏറ്റവും വ്യാപാര മാർഗം നടന്നിരുന്ന സ്ഥലമാണത്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആളുകൾ വിദ്യാസമ്പന്നരും യോഗ്യരായ ആളുകളുമായിരുന്നു. അതിന്റെ പുറമെ അവർക്ക് ലഭിച്ച ഏറ്റവും ലേറ്റസ്റ്റ് ആയ മതം ക്രിസ്ത്യാനികളുമായിരുന്നു. അദ്ദേഹം എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചത്, ഞാൻ നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കാം, നിങ്ങൾ ഉത്തരം നൽകുമോ എന്നാണ്. അവർ പറഞ്ഞു അതെ. എന്നിട്ട് അദ്ദേഹം ചോദിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുമ്പ് പ്രവാചകന്മാരുണ്ടായിരുന്നില്ലേ? അവർ പറഞ്ഞു ഉണ്ടായിരുന്നു. അവരൊക്കെ എവിടെ പോയി? അപ്പൊ ആളുകൾ പറഞ്ഞു മാത്തു, അവരെല്ലാവരും മരിച്ചുപോയി. അപ്പൊ അദ്ദേഹത്തിന്റെ മറുപടി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പകരം മരണപ്പെട്ടു പോയി.
ഫമൻ കാന യഅബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്. ആരെങ്കിലും മുഹമ്മദിനെയാണ് ആരാധിച്ചിരുന്നതെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇനി ഇസ്ലാം എന്ന് പുറത്തു പോകാം. അള്ളാഹുവിനെയാണ് ആരാധിച്ചിരുന്നതെങ്കിൽ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്, അള്ളാഹു മരിക്കുന്ന പ്രശ്നമില്ല, അള്ളാഹുവിനെ ഇനിയും ആരാധിക്കുക എന്ന് അദ്ദേഹം പറഞ്ഞു. അവരെല്ലാവരും അദ്ദേഹത്തെ തന്നെ നേതാവാക്കി ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നു എന്നാണ് ആ നാട്ടുകാരുടെ അവസ്ഥ. ഇതാണ് മക്കയിലുള്ള മദീനയിലെ ഭരണകൂടത്തിന്റെ കീഴിൽ ജീവിച്ചിരുന്ന അറബികളിലെ ഭൂരിഭാഗത്തിന്റെയും അവസ്ഥ എന്ന് നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ കാണാൻ പറ്റും. ഈ 3 പട്ടണങ്ങളും അതേപോലെ ഈ കൊച്ചു ഗ്രാമവും ഒഴിച്ച് ബാക്കിയുള്ള ആളുകൾ മുഴുവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിരിക്കുകയാണ്. അതേപോലെ തന്നെ ബാക്കിയുള്ള കുറെ നബിമാരും നബിമാരെന്ന് പറയുന്നത് ശരിയല്ലല്ലോ, പ്രവാചകത്വവാദവുമായി വന്നിട്ടുള്ള ആളുകൾ, അവരുടെ കൂട്ടത്തിൽ ഏറ്റവും ശക്തന്മാരുണ്ട്. യമൻ മുഴുവൻ കീഴടക്കിയ ആളുണ്ടായിരുന്നു. അതാണ് അസ്വദുൽ അൻസി എന്ന് പറയുന്ന കള്ളനബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് തന്നെ അവൻ കള്ളപ്രവാചകത്വം വാദിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേൾക്കാൻ പറ്റിയിട്ടുണ്ട്. റസൂലുള്ളാഹി അങ്ങോട്ട് ഹിജ്റയുടെ 10-ാം വർഷം സഹാബിമാരെ പറഞ്ഞയച്ചിരുന്നു. ആദ്യമായി പറഞ്ഞയച്ചത് ഖാലിദ് ബിൻ വലീദ്, അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുമ. അവർ രണ്ടുപേരെയാണ്. അവർ മടങ്ങി വന്നത് ഹജ്ജത്തുൽ വദായിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്കാണ്. അലി റളിയല്ലാഹു അൻഹു 100 ഒട്ടകങ്ങളെയുമായി തെളിച്ചു വന്ന സംഭവമൊക്കെ ഹജ്ജിന്റെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞയച്ചത് അബൂ മൂസൽ അശ്ശരിയെയും പിന്നെ ആരെയാണ്, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുമ, രണ്ടുപേരെയുമാണ്. അങ്ങനെ 4 സഹാബിമാരെ അവരെ പഠിപ്പിക്കാൻ വേണ്ടി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞയച്ചിരുന്നു. അവരെ മുഴുവൻ ഓടിച്ചുകൊണ്ടാണ് അസ്വദുൽ അനസി അവിടെ ഭരണം സ്ഥാപിച്ചത്. യമനെ സംബന്ധിച്ചിടത്തോളം ദീർഘമായ ചരിത്രവും അറബികളുടെ കേന്ദ്രവുമാണ് എന്ത് യമൻ. അറബികൾ ആരാണ്? അറബികള് ഇസ്മായിൽ നബിന്റെ മക്കളോ ഇബ്രാഹിം നബിന്റെ മക്കളോ അല്ല. അറബികളുടെ പിതാവ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ടാണ് നമ്മളുടെ ശ്രദ്ധ പോവുക. അറബികൾ യഥാർത്ഥത്തിൽ അതിന് മുമ്പുള്ള കഹ്താനികളും അറബികൾ 3 രൂപത്തിലാണ്. ഒന്ന് അറബുൽ ബാഇദ എന്ന് പറയും, നശിപ്പിക്കപ്പെട്ട ഇന്ന് നിലവിലില്ലാത്ത ആദ്, സമൂദ്, അഹ്കാഫ് തുടങ്ങിയ ഗോത്രക്കാരാണ്. ചരിത്രകാരന്മാർ പറയുന്നത് അവരിന്ന് നിലവിലില്ല, അള്ളാഹു അവരെ മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു എന്നാണ്. ആ അറബ് ഗോത്രങ്ങളെ റബ്ബുൽ ഖാലി മരുഭൂമിയിലൊക്കെ ജീവിച്ചിരുന്ന അറബികളാണ്. ചില ആളുകൾ പറയുന്നത് അല്ല, അവരിൽ അവശേഷിക്കുന്ന ചില ഗോത്രങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട് എന്നാണ്. രണ്ടാമത്തെ വിഭാഗം അറബുൽ ആരിബ, ശുദ്ധ അറബികൾ. അവരാണ് യമനിൽ താമസിച്ചിരുന്ന കഹ്താനികളും അങ്ങനെയുള്ള കിന്ദ, മഹറ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ വലിയ ഗോത്രങ്ങൾ യമൻ, ഒമാൻ അങ്ങനെ തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ അവരായിരുന്നു ജീവിച്ചിരുന്നത്. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം എവിടുന്ന് വന്നതാണ്? ഇറാഖിൽ നിന്നാണ് വന്നത്, ഫലസ്തീനിൽ നിന്ന്. ശരിക്കും പറയുകയാണെങ്കിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെയും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെയും ഭാഷ എന്തല്ല? അറബി ഭാഷയല്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാവ്, ആദർശ പിതാവ്, യഥാർത്ഥത്തിലുള്ള വല്യുപ്പയും റസൂലിനെ സംബന്ധിച്ചിടത്തോളം അവർ അറബികളായിരുന്നില്ല. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം കഹ്താൻ ഗോത്രത്തിൽ നിന്ന് കല്യാണം കഴിച്ചു. വെള്ളം കണ്ടവർ ഒന്നുകൂടിയ ആളുകളിൽ നിന്ന് അദ്ദേഹം വിവാഹം ചെയ്തു. അദ്ദേഹത്തിന്റെ ഭാഷ അരാമിക് ഭാഷയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതോ ആ കാലത്തുണ്ടായിരുന്ന ഈ കാൽഡിയന്മാരുടെ, കെൽദാനികളുടെ ഭാഷയായിരുന്നു എന്നൊക്കെയാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അദ്ദേഹം അറബി പഠിക്കുകയാണ് ചെയ്തത് അലൈഹിസ്സലാം. അദ്ദേഹത്തിന് അറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ മക്കളെയും അറബുൽ മുസ്തഅരിബ എന്നാണ്, അറബികളായി പരിവർത്തിക്കപ്പെട്ട ആളുകൾ. പിന്നീട് അറബികളുടെ നേതൃത്വം അവരിലേക്ക് വന്നു ചേർന്നു എന്ന് മാത്രം. അപ്പോൾ യമനിൽ ഉണ്ടായിരുന്ന പുരാതനമായ അറബി ഗോത്രങ്ങൾ അത് നബി അലൈഹി ഇസ്ലാമിന്റെ മക്കളാണ്. അവരോട് നേരത്തെ പറഞ്ഞതുപോലെ നൂഹ് നബി അലൈഹി ഇസ്ലാമിന് 4 മക്കളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് കനാൻ, അതിന്റെ കഥ നമുക്കറിയാം. എന്തേ സംഭവിച്ചത്? തോണി കയറാൻ പറഞ്ഞു, അല്ലെങ്കിൽ കപ്പലിൽ കയറാൻ പറഞ്ഞു. അവൻ പറഞ്ഞത് ഞാൻ കുന്നുമ്പോ കയറിക്കൊള്ളാന്നാണ്. സാവി ഇലാ ജബലി യാസിമുനി മിനൽ മാ. പക്ഷേ അന്ന് രക്ഷിക്കപ്പെട്ടില്ല, അവൻ മുങ്ങിച്ചത്തു. പിന്നെ 3 മക്കളുണ്ടായിരുന്നു. അത് വെള്ളപ്പൊക്കത്തിന് ശേഷമാണോ അതല്ല അതിന് മുമ്പ് ഉണ്ടായിരുന്നോ എന്നുള്ളത് വ്യക്തമായി ചരിത്രകാരന്മാർ പറയുന്നില്ല. ഏതായിരുന്നാലും വജഅൽനാ ദുർരിയ്യതഹു ഹുമുൽ ബാഖീൻ. പിന്നീട് ഇവിടെ ഉണ്ടായിരുന്ന മുഴുവൻ മനുഷ്യന്മാരും നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ മക്കളാണ്. അവർക്കാണ് അള്ളാഹു പിന്നീട് നിലനിൽപ്പ് നൽകിയത്. അവിടെ കൂടെ കയറിയ ആളുകളുടെ മക്കളും ഉണ്ടായിട്ടില്ല. ഈ പറഞ്ഞ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ മക്കളെയാണെന്ന് ഖുർആൻ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുകയാണ്. 3 മക്കളുണ്ടായത്, രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ മുങ്ങിച്ചാവാത്തത്, മുങ്ങി മരിക്കാത്തത്. ഒന്ന് യാഫിസ്, അവരുടെ മക്കളാണ് യൂറോപ്യൻസ്. സാമു എന്ന് പറയുന്നത് അറബികളുടെ, സെമിറ്റിക് എന്ന് പറയുന്ന അവര് അറബികളുടെ പിതാവ്. നമ്മൾ ആഫ്രിക്കൻസ്, ഹബശക്കാര്, ഇന്ത്യക്കാരൊക്കെ ഹാമിന്റെ മക്കളാണ്. യാഫിസ് ആണ് നേരത്തെ പറഞ്ഞ യൂറോപ്യൻസ്, ചൈനീസ്, അങ്ങനെയുള്ള വെളുത്ത വർഗ്ഗക്കാരുടെ ഒക്കെ പിതാവായി ചരിത്രങ്ങൾ പറയുന്നത്. ഏതായിരുന്നാലും സാമിന്റെ മക്കളായിരുന്നു യമനിൽ ഉണ്ടായിരുന്ന ഗോത്രക്കാര്. നേരത്തെ പറഞ്ഞ ഹിമിയർ ഗോത്രക്കാരായിരുന്നു അവിടെ ഉണ്ടായിരുന്ന പുരാതന കാലത്തുണ്ടായിരുന്ന ഏറ്റവും ശക്തമായ ഗോത്രക്കാര്.
അവരുടെ കീഴിലുള്ള തുബ്ബായ് രാജവംശമായിരുന്നു യമൻ ഭരിച്ചുകൊണ്ടിരുന്നത്. പരമ്പരാഗതമായി നൂറ്റാണ്ടുകൾ, ആയിരക്കണക്കിന് വർഷം അവരുടെ കീഴായിരുന്നു. സഭകൾ ഉണ്ടായിരുന്നു. അങ്ങനെ പല തലമുറകൾ മാറി അവിടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അബ്രഹത്ത് അദ്ദേഹത്തിന്റെ മക്കളെയും കൂട്ടിയിട്ട് യമനെ കീഴ്പ്പെടുത്തി. അങ്ങനെ അവിടെ ഒരു കഅബ ഉണ്ടാക്കി, കൊല്ലൈസ് എന്ന് പറയുന്ന, നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനിക്കുന്ന വർഷത്തിലാണ് പിന്നെ അബ്രഹത്ത് പട്ടാളത്തെയും കൂട്ടി, ആനപ്പട്ടാളത്തെയും കൂട്ടി കഅബ തകർക്കാൻ വരുന്നത്. പക്ഷെ അദ്ദേഹത്തിന് മക്കയിൽ നിന്ന് ലഭിച്ചത് ഖുർആനിൽ അള്ളാഹു പറഞ്ഞതുപോലെ പിന്നെ ആ തീയിന്റെ കല്ലുകളാണ്. അതിൽ അബ്രഹത്ത് രക്ഷപ്പെട്ടിരുന്നു, അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് ഈ കല്ലേറ് ബാധിച്ച് ഒരു തരം പിന്നെ തൊലി പൊളിഞ്ഞു വീഴുന്ന രോഗമാണ് ബാധിച്ചത്. സനായിലേക്ക് എത്തിയപ്പോഴേക്ക് അവൻ അവിടെ എത്തിയിട്ട് ചത്തു വീഴുകയും ചെയ്തു. അദ്ദേഹത്തിന് ശേഷം പിന്നീട് മക്കൾ തമ്മിൽ പോരാടി. അവരുടെ കൂട്ടത്തിൽ അവർക്കെതിരെ പിന്നെ അവിടെ ഉണ്ടായിരുന്ന പഴയ ഹിംയർ ഗോത്രക്കാർ, അവർ ഭരണം പിടിച്ചെടുത്ത പഴയ തറവാട്ടുകാര് നേരെ റോമാ രാജാവിന്റെ അടുത്ത് എന്നിട്ട് സഹായം അഭ്യർത്ഥിച്ചു, ഭരണം തിരിച്ചു പിടിക്കാൻ വേണ്ടി. പക്ഷെ അദ്ദേഹം സഹായിച്ചില്ല. കാരണം എന്താ? രണ്ടും എന്തിന്റെ ആൾക്കാരാണ്? ഹബശയിൽ ഉണ്ടായിരുന്ന ആളുകളും ഹെർക്കുലീസിന്റെ ഒക്കെ ആളുകൾ ക്രിസ്ത്യാനികളാണ്. ഇപ്പൊ സഹായം ചോദിച്ചു വന്ന ആളുകളും നസ്രാനികളാണ്. അതുകൊണ്ട് സഹായിച്ചില്ല. അപ്പൊ അദ്ദേഹം നേരെ പേർഷ്യൻ രാജാവിന്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് റോമാ രാജാവിനെതിരെ, അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രവിശ്യയായിട്ട് അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്, അദ്ദേഹം സഹായിച്ചു. അങ്ങനെ അട്ടിമറിച്ചുകൊണ്ട് അവിടെ വീണ്ടും അവരുടെ ഭരണം തിരിച്ചു പിടിച്ചു. അങ്ങനെയുള്ള പേർഷ്യൻ രാജാവ് അവിടെ ബാദാം എന്ന് പറയുന്ന ഒരു വ്യക്തിയെയാണ് അദ്ദേഹത്തിന്റെ പിന്നെ ഖലീഫയായി അവിടെ ചുമതലപ്പെടുത്തിയത്. അദ്ദേഹം തന്നെയാണ് ഭരണം പിടിച്ചെടുക്കുകയും ചെയ്തത്. ബാദാം പിൽക്കാലത്ത് മുസ്ലിമായി അദ്ദേഹം. അങ്ങനെ ഈ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മക്കയിൽ വരുന്നതും മദീനയിലേക്ക് ഹിജറ പോവുകയൊക്കെ ചെയ്യുന്നത്. ചരിത്രമാകുമ്പോൾ ലേശം വിശദമായ ചില കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുദൈബിയ സന്ധിയോടുകൂടി ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും അറിയപ്പെടുന്ന രാജാക്കന്മാർക്ക് മുഴുവൻ എഴുത്തുകൾ എഴുതി. ആ കൂട്ടത്തിൽ പേർഷ്യൻ രാജാവ് എഴുതിയിരുന്നു ഖുസ്റൂര്. എന്ത്? സലാമുൻ അലാ മൻ ഇത്തബഅൽ ഹുദാ മിൻ മുഹമ്മദിൻ അബ്ദില്ലാഹി വറസൂലിഹി. മുഹമ്മദിൽ നിന്ന് ലോകത്തിലേക്കുള്ള മുഴുവൻ രാജാക്കന്മാർക്കുള്ള കത്ത് എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ എഴുതിയ കത്താണ്. ഇത് കണ്ടപ്പോൾ തന്നെ ഖുസ്റൂന് ദേഷ്യം വിട്ടു. അദ്ദേഹം കലി കയറിയിട്ട് പറഞ്ഞു, എന്റെ പേരിന് മുമ്പ് ആരുടെ പേരാണ് എഴുതിയിട്ടുള്ളത്? ആദ്യം മഹാരാജാവിന്റെ സമക്ഷത്തിലേക്ക് ബോധിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ് എഴുതേണ്ടതാണ്. അങ്ങനെയാണ് അറബികളുടെയും ലോകത്തിലൊക്കെ ശീലം. അത് പറയാതെ ഈ അടിമ ചെറുക്കൻ എന്താണ് എന്റെ പേരിന് മുമ്പ് അവന്റെ പേര് പറഞ്ഞത്? ആ കത്ത് വായിക്കാതെ കീറിയിട്ടു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ആ കത്ത് കീറിയ വിവരം ആ കൊടുത്തയച്ച ആള് മടങ്ങി വന്ന് അറിയിച്ചു. റസൂൽ എന്ന് പറഞ്ഞു, മസ്സക് അല്ലാഹു മുൽക്കഹു, അവന്റെ സാമ്രാജ്യം അള്ളാഹു പിച്ചു ചെയ്തട്ടെ. റസൂല് പറഞ്ഞത് പിന്നീട് 10-12 വർഷത്തിനുള്ളിൽ പുലർന്ന കാഴ്ച നമുക്ക് കാണാനും പറ്റും ചരിത്രത്തിൽ. ഏതായിരുന്നാലും ഇത് പറഞ്ഞു. അദ്ദേഹം റസൂലിന്റെ കത്ത് കിട്ടിയതിനു ശേഷം അത് കീറിക്കളഞ്ഞുകൊണ്ട് നേരെ ബാദാമിന്റെ അടുത്തേക്ക് കൽപ്പനയുമായി ആളുകളെ നിയോഗിച്ചു. മദീനയിൽ വന്നിട്ടുള്ള ആ ചെറുക്കനെ പിടിച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട്. അവന്റെ ഭാഷയാണ്. മദീനയിൽ ഒരുത്തം വന്നിട്ട് ഞാനാണ് ഭരണാധികാരി എന്ന് പറയുന്നുണ്ട്, അവനെ അവിടെ ഹാജരാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ബാദാമിന്റെ അടുത്ത് ഉയരെത്തിയപ്പോൾ അദ്ദേഹത്തിന് അറിയാം മദീനയിൽ പോയാണ് അങ്ങനെ പിടിക്കാൻ പറ്റിയതല്ല. ഏതായിരുന്നാലും കൽപ്പന, മഹാരാജാവിന്റെ കൽപ്പന പാലിക്കാൻ വേണ്ടി കുറച്ച് ആളുകളെ അങ്ങോട്ട് പറഞ്ഞയച്ചു. 2 പേരെ അവരോട് പറഞ്ഞു, നിങ്ങൾ മദീനയിൽ ചെന്നിട്ട് ഈ പറഞ്ഞ ആളെ കൂട്ടിക്കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ കൂട്ടിക്കൊണ്ടുപോവാ, അതല്ലെങ്കിൽ എന്താണ് അദ്ദേഹത്തിന്റെ അവസ്ഥ എന്ന് പഠിച്ചു പോവാ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞയച്ചു. അവിടെ എത്തിയപ്പോ അവിടെ കണ്ടത് അങ്ങനെ പിടിച്ചുകൊണ്ടുവരാൻ പറ്റിയ ഒരാളല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് അവരൊരു മാസം താമസിച്ചു, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. എന്നിട്ട് അവസാനം വന്ന കാര്യം പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വന്നതായിരുന്നു. അപ്പൊ റസൂൽ പറഞ്ഞു, ഞാൻ രാവിലെ വരൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പിറ്റേന്ന് വരാൻ പറഞ്ഞു. രാവിലെ വന്നപ്പോൾ പറഞ്ഞത്, നിങ്ങളുടെ റബ്ബിനെ എന്റെ റബ്ബ് കൊന്നിട്ടുണ്ട്. അതായത് പിന്നെ പേർഷ്യൻ രാജാവിനെ അദ്ദേഹത്തിന്റെ മകൻ യസ്ദജർദ് തലേ ദിവസം വധിക്കുകയും ഭരണം പിടിച്ചെടുക്കുകയും ചെയ്ത വാർത്തയാണ് ഇവരോട് റസൂല് പറയുന്നത്. അവർ നേരെ പിന്നെ രാജാവ് മരിച്ചിട്ടുണ്ടല്ലോ, യമനിലേക്ക് മടങ്ങിച്ചെന്നു. ഈ വിവരം അറിഞ്ഞപ്പോ ബാദാം പറയുന്നത്, നിങ്ങളോട് ആ പറഞ്ഞ ദിവസം എന്നായിരുന്നു നമ്മൾക്ക് കാത്തിരിക്കാം പേർഷ്യയിൽ നിന്ന് കത്ത് വരുന്നത്. ഈ പറഞ്ഞത് ശരിയാണെങ്കിൽ അദ്ദേഹം പ്രവാചകനാണ്, നമ്മൾക്ക് എല്ലാവർക്കും മുസ്ലിം ആവണം എന്ന് പറയുകയും അവർ കാത്തിരുന്നു. പറഞ്ഞ രൂപത്തിൽ തന്നെ അവരവിടെ എത്തിയ സമയത്ത് തന്നെ പിന്നെ രാജാവിന്റെ അടുത്തുള്ള കൽപ്പന വന്നു. പുതിയ രാജാവായി യസ്ദജർദ് ചുമതല ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് കേട്ടതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യവാനാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ബാദാമും യമനും ഇസ്ലാമിന് കീഴ്പ്പെട്ടു. അങ്ങനെയാണ് യമൻ ഒരു യുദ്ധമില്ലാതെ യമനിലെ പ്രദേശങ്ങൾ മുഴുവൻ ഇസ്ലാമിന്റെ കീഴിലേക്ക് വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ പറഞ്ഞ 4 സഹാബിമാരെയും പിന്നീട് പിൽക്കാലത്ത് സഹാബിമാരെ അങ്ങോട്ട് നിയോഗിച്ചിട്ടുണ്ട്. പല പ്രദേശങ്ങളിലും അവരൊക്കെ അമീർമാരും നേതാക്കന്മാരുമായി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് നേരത്തെ പറഞ്ഞ അസ്വദുൽ അനസി എന്ന് പറയുന്ന കള്ളപ്രവാചകൻ പ്രവാചകത്വവാദവുമായി വന്നിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ചരിത്രം മനസ്സിലാക്കാൻ പറ്റുന്നത് വലിയ തട്ടിപ്പുകാരനും ദജ്ജാലുമായിരുന്നു എന്നാണ്.
തട്ടിപ്പുകാരെന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് മായാജാലക്കാരൻ. പലതരത്തിലുള്ള അത്ഭുത പ്രവൃത്തികളും ഒരു വലിയ തട്ടം ധരിച്ചുകൊണ്ട് അതിനുള്ളിൽ ഭാവി കാര്യങ്ങൾ പ്രവചിക്കുക, കളഞ്ഞുപോയ സാധനങ്ങൾ പറയുക, അങ്ങനെയുള്ള പ്രവചനമാണ് കാര്യമായി നടത്തിയിരുന്നതെന്നാണ് ഇവർ കസീറൊക്കെ പറയുന്നത്. അദ്ദേഹത്തിന് ആ കാര്യം അറിയിച്ചു കൊടുക്കാൻ വേണ്ടി പ്രത്യേക പിശാച് പൂജയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തിന് എല്ലാ സ്ഥലത്തും ഫ്രാഞ്ചൈസികളും ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ബ്രാഞ്ചുകൾ. എല്ലാ സ്ഥലത്തുമുള്ള വാർത്ത കിട്ടാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവര് പറയുന്ന വാർത്തയാണ് ഇവൻ വഹിയ എന്ന് പറഞ്ഞിട്ട് ആളുകളോട് പറയാറുള്ളത്. അങ്ങനെ ആളുകൾക്കിടയിൽ ചില അത്ഭുതങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് അവൻ ഞാനും നബിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ രംഗപ്രവേശനം ചെയ്ത് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിര്യാണത്തിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബിമാരോട് അവനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചിരുന്നു. അവർ ആ കൽപ്പന ഏറ്റെടുക്കുകയും അത് ഭംഗിയായി നിറവേറ്റുകയും ചെയ്തു. സഹാബിമാരുടെ കൂട്ടത്തിൽ തന്നെ ഫൈറൂസ് ദൈലമി എന്ന സഹാബിയാണ് അദ്ദേഹത്തിനെ വധിച്ചത്. ഈ ബാദാം അതിനിടയിൽ മരണപ്പെടുകയും അദ്ദേഹത്തിന്റെ മകൻ ഷെഹർ ബിനു ബാദാം എന്ന ആൾക്ക് ഭരണം കൈമാറുകയും ചെയ്തിരുന്നു. മിക്ക പ്രദേശങ്ങളിലും നജറാൻ, അന്ന് യമനിന്റെ ഭാഗമാണ് ആ കാലഘട്ടത്തിൽ, അവിടെയൊക്കെ ഓരോ സഹാബിമാരെ ഖലീഫമാരായി അല്ലെങ്കിൽ താൽക്കാലിക അമീറുമാരായി തെരഞ്ഞെടുത്തിരുന്നു. അവരുടെ കീഴിലാണ് ഭരണം നടന്നിരുന്നത്. ആ ഭരണമൊക്കെ ദിവസങ്ങൾക്കുള്ളിൽ അസ്വദുൽ അനസി പിടിച്ചെടുത്തു. സഹായിമാരെ ഓടിച്ചു, മുആദ് ജബലിനെ ഓടിച്ചു, അതേപോലെ തന്നെ അബൂ മൂസൽ അശ്അരിയെ ഓടിച്ചു. അങ്ങനെയുള്ള മിക്ക സഹാബിമാരെ കീഴ്പ്പെടുത്തി പല ആളുകളും കൊല്ലപ്പെട്ടു. അദ്ദേഹം ഭരണം പിടിച്ചെടുത്തു, അവന്റെ കീഴിലായി മാറി. ദിവസങ്ങൾക്കുള്ളിൽ, ഒരു മാസത്തിനുള്ളിൽ അവൻ യമൻ മുഴുവൻ കീഴ്പ്പെടുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശമനുസരിച്ച് സഹാബിമാർ അവനെതിരെ പടയൊരുക്കം നടത്താൻ തുടങ്ങി. ഈ ഫൈറൂസ് ദൈലമിയുടെ ഒരു ബന്ധുവിനെയാണ് ബാദാം വിവാഹം ചെയ്തിരുന്ന അവരുടെ ഭാര്യയെ അവൻ പിടിച്ചെടുത്ത് കൊണ്ടുപോയിരിക്കുകയാണ്. ആര്? അസ്വദുൽ അനസി, രാജാവിന്റെ അല്ലെങ്കിൽ അമീറിന്റെ ഭാര്യയെ. അവര് മുസ്ലിമാണ്, അവന്റെ കീഴിൽ നിർബന്ധിത സാഹചര്യത്തിൽ കഴിഞ്ഞുകൂടുകയാണ്. അവരുടെ കാതുകളിലേക്കും ഈ ഒരെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവനെ കൊല്ലാൻ കൽപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യം. അങ്ങനെ ഫൈറൂസ് ദൈലമിയുമായി ബന്ധുവാണല്ലോ, പിന്നെ പിതാവിന്റെ സഹോദരിയുടെ മകനാണ്. അവർ രണ്ടുപേരും അസ്വദുൽ അനസിയെ ഒരു രാത്രി വധിച്ചു. അസ്വദുൽ അനസി എന്ന പ്രവാചകൻ, കള്ളപ്രവാചകൻ കൊല്ലപ്പെട്ടതായി പ്രഖ്യാപിച്ചു. ഇസ്ലാമിലേക്ക് അവർ തിരിച്ചു വന്നു. ആ വാർത്ത എത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മരണവേളയിലാണ്. ആ ദിവസങ്ങളിലാണ് മദീനയിലേക്ക് ആ വിവരം എത്തുന്നത് എന്ന് ചില ചരിത്രകാരന്മാർ പറയുന്നു. അതല്ല, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബയ്യത്ത് ചെയ്യപ്പെട്ടതിന് ശേഷമാണ് ആ വാർത്ത മദീനയിലേക്ക് എത്തിയത് എന്നാണ്. അതോടുകൂടി ആ കള്ളപ്രവാചകന്റെ വാദം അവസാനിച്ചു, അവന്റെ കഥയും കഴിഞ്ഞു. അദ്ദേഹം മുസ്ലിങ്ങളെ ഒരുപാട് ദ്രോഹിക്കുകയും പല സഹാബിമാരെയും വധിക്കുകയും ചെയ്തതാണ്. ആ കൂട്ടത്തിൽ അവരുടെ യമനിൽ നിന്ന് പിടിച്ചൊരു വ്യക്തിയായിരുന്നു അബൂ മുസ്ലിമുൽ ഖൗലാനി എന്ന് പറയുന്ന താബി. അദ്ദേഹത്തിന്റെ ചരിത്രം വിശദമായി തന്നെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ പറ്റും. അബൂ മുസ്ലിമുൽ ഖൗലാനി താബികളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ, റസൂലിനെ കാണാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ല, വലിയ ആബിദായിരുന്നു, സാഹിദായിരുന്നു. ഈ വിവരം അസ്വദുൽ അനസിയുടെ കാതിലെത്തി. വലിയ സൂക്ഷ്മതയുള്ള ഒരാൾ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് കേട്ടപ്പോ പിടിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു. അവന്റെ മുന്നിൽ ഹാജരാക്കി. എന്നിട്ട് ഒരുപാട് പ്രലോഭനങ്ങൾ നടത്തി. നീ ഇസ്ലാമിൽ നിന്ന് പിന്തിരിഞ്ഞ് ഞാൻ നബിയാണെന്ന കാര്യം അംഗീകരിക്കണം. അതിന് അദ്ദേഹം പറഞ്ഞത്, നീ അംഗീകരിക്കുന്നുണ്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഹമ്മദ് റസൂലാണെന്ന് അദ്ദേഹം പറഞ്ഞു. അതെ. അടുത്ത ചോദ്യം, അതശ്ഹദു അന്നി റസൂലല്ലാഹ്, അസ്വദുൽ അനസി എന്ന അവൻ മുസ്ലിമാണെന്ന് നീ പ്രവാചകനാണെന്ന് നീ സാക്ഷ്യം വഹിക്കുന്നുണ്ടോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്റെ ചെവി കേൾക്കണില്ല. അവൻ ദേഷ്യം പിടിച്ചിട്ട് രണ്ടാമത് ചോദിച്ചു, മുഹമ്മദ് പ്രവാചകനാണെന്ന് നീ അംഗീകരിക്കുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞു, അതെ. അസ്വദുൽ അനസി പ്രവാചകനാണെന്ന് നീ അംഗീകരിക്കുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞു, എനിക്ക് കേൾക്കണില്ല. മൂന്നാമതും ദേഷ്യം പിടിച്ചു. അദ്ദേഹം ഈ കാര്യം ആവർത്തിച്ചു. അദ്ദേഹത്തിന് അസുഖം പിടികിട്ടി. ഇവനെ വകവരുത്തണമെന്ന് തീരുമാനിച്ചു. പട്ടാളക്കാരോട് വലിയ ഒരു തീക്കുണ്ടാരം എത്തിക്കുകയും അതിലേക്ക് അബൂ മുസ്ലിമുൽ ഖൗലാനിയെ എറിയുകയും ചെയ്തു. ആളുകളൊക്കെ ശ്വാസം അടക്കിപ്പിടിച്ച് കാണുകയാണ് ഈ രംഗം. അദ്ദേഹം വെന്ത് ഉരുകുന്ന ആ രംഗം. പക്ഷേ തീ അണഞ്ഞു. അതിൽ നിന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അബൂ മുസ്ലിമുൽ ഖൗലാനി റഹ്മത്തുള്ളാഹി അലൈഹി പുറത്തു വരുന്ന രംഗമാണ് അവർ കാണുന്നത്. അതോടുകൂടി പട്ടാളക്കാർ പറഞ്ഞു, ഇയാളെ ഇനി ഇവിടെ അവശേഷിപ്പിച്ചാൽ ആളുകൾ മുഴുവൻ നീ കള്ളപ്രവാചകനാണ് എന്ന വാർത്ത മനസ്സിലാക്കും എന്ന് തിരിച്ചറിയും. അതുകൊണ്ട് ഇവരെ നാട് കടത്തുക എന്ന് തീരുമാനിച്ചപ്പോഴേക്ക് അദ്ദേഹം അവിടെ നിന്ന് ഓടി മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്കാണ് ഓടിയത്. പക്ഷേ ഓടിയിട്ട് അദ്ദേഹം എത്തിയ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കബറടക്കി ആ മണ്ണ് ഉണങ്ങുന്നതിന് മുമ്പാണ് അദ്ദേഹം മദീനയിലേക്ക് എത്തിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ പറ്റിയിട്ടില്ല. പള്ളിയിൽ വെച്ച് അദ്ദേഹം ആദ്യമായി കണ്ടത് ഉമർ ബിൻ ഖത്താബിനെയാണ്. അദ്ദേഹം നിസ്കരിക്കുന്നത് കണ്ടപ്പോൾ ഉമർ ബിൻ ഖത്താബ് ചോദിച്ചു, നിങ്ങൾ എവിടുത്തുകാരനാണ്? അദ്ദേഹം പറഞ്ഞു, ഞാൻ യമനിൽ നിന്ന് വന്നതാണ്.
യമനിൽ തീരെറിയപ്പെട്ട ആളുടെ അവസ്ഥ എന്തായി നിങ്ങൾക്കറിയുമോ? അദ്ദേഹം പറഞ്ഞു, അത് പിന്നെ അബ്ദുള്ള എന്ന് പറഞ്ഞ ഒരു സത്യവിശ്വാസിയെയാണ് എറിഞ്ഞത്. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് ചോദിച്ചു, നിങ്ങളെയാണോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെ, ഞാൻ തന്നെയാണ്. ഉടനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലേക്ക് അദ്ദേഹത്തിനെ കൊണ്ടുപോയി. എന്നിട്ട് അവിടെ വെച്ച് അദ്ദേഹം പറഞ്ഞത്, അൽഹംദുലില്ലാഹില്ലദീ അറാനി ഫി ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ തീരെറിഞ്ഞ പോലെ തീരെറിയപ്പെടുകയും എന്നിട്ട് രക്ഷപ്പെടുകയും ചെയ്ത വ്യക്തിയെ എനിക്ക് കണ്ടുകൊണ്ട് കാണാൻ അവസരം തന്ന നാഥ നിനക്ക് സ്തുതിയും എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു അള്ളാഹുവിനെ സ്തുതിച്ചത് നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ, ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ പറ്റും. ഇതൊക്കെയാണ് ഒന്നാമതായി പ്രവാചകത്വം വാദിച്ച അസ്വദുൽ അനസിയുടെ അവസ്ഥ. അവന്റെ കഥ കഴിഞ്ഞു. പിന്നീട് യമനിലേക്ക് വീണ്ടും നിഫാഖും അതേപോലെ തന്നെ ചെറിയ തോതിലുള്ള പിന്നെ ഇസ്ലാമിൽ നിന്നുള്ള പുറത്തുപോലൊക്കെ ഉണ്ടായിരുന്നു. അവിടേക്ക് പിൽക്കാലത്ത് സഹാബിമാരെ നിയോഗിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ശുറഹ്ബീൽ ബിൻ ഹസനെയാണ് ഒമാനിലേക്ക് പടനീക്കം നടത്തിയത്. അതേപോലെ അവസാന കാലഘട്ടത്തിൽ മറ്റു പല സഹാബിമാരും. അതൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് വിശദമായി തന്നെ, അല്ലെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അടുത്ത ദിവസങ്ങളിൽ കാണാൻ പറ്റും, കേൾക്കാൻ പറ്റും ഇൻഷാ അല്ലാഹ്. ഇതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലുണ്ടായ, ഭരണകാലത്തുണ്ടായ ആദ്യ മാസങ്ങളിലെ അത്ഭുതമായ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ. മദീനയിലുണ്ടായിരുന്ന ഭരണകൂടത്തെ അനുസരിക്കാത്തത് കൊണ്ടായിരുന്നു അവരൊക്കെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എതിരെ തിരിഞ്ഞത് എന്നൊരു പ്രചാരണം പിൽക്കാലത്തുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് അത് ഷിയാക്കൾ പ്രചരിപ്പിച്ചതാണ്. അവർ പറയുന്നത് അവരൊന്നും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടില്ല. പിന്നീട് ആർക്കെതിരെയാണ് യുദ്ധം ചെയ്തത്? അലിയെ ബയ്യത്ത് ചെയ്യാത്തതിന്റെ പേരിൽ അബൂബക്കറിനെതിരെ കലാപുണ്ടാക്കിയ ആളുകളാണ്. നഊദുബില്ല. അതൊക്കെ ഇപ്പോ പിൽക്കാലത്ത് ഇങ്ങനെ ഷിയാക്കൾ പ്രചരിപ്പിച്ചതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ പരമാധികാരം സ്ഥാപിക്കാൻ വേണ്ടിയാണ് അങ്ങനെയുള്ള 10,000 മുസ്ലിമീങ്ങളെ കൂട്ടക്കൊല ചെയ്തത് എന്നൊക്കെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചത് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ മിൻഹാജുസ് സുന്നയിൽ എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട് ആ റാഫിദികളുടെ വാക്കുകൾ. എന്നിട്ട് അദ്ദേഹം ആ കാര്യം വിശകലനം ചെയ്തുകൊണ്ട് മറുപടിയും പറയുന്നുണ്ട്. ശുദ്ധ കളവാണ്. ഒന്നാമത്തേത്, എന്തുകൊണ്ടാണ് അവരൊക്കെ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി യുദ്ധം ചെയ്തത്? ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയത് കൊണ്ടല്ല, പിന്നെ അലിയെ ബയ്യത്ത് ചെയ്താത്തതിന്റെ പേരിൽ, ഖലീഫയാക്കാത്തതിന്റെ പേരിലാണ് അവരൊക്കെ പുറപ്പെട്ടത് എന്നാണ്. എന്നിട്ട് അതിന് മുന്നിൽ നിൽക്കണതോ ആരാ? യുദ്ധത്തിനൊക്കെ മുന്നിലുണ്ടായിരുന്നത് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു. ഒന്നാമത്തെ ദിവസം തന്നെ ഇറങ്ങിയത് അലി ബിൻ അബി താലിബാണ്. അതേപോലെ ദിൽഖസ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അബൂബക്കറിന്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിങ്ങൾ വീട്ടിലിരിക്കുക, ഞങ്ങൾ പോയിക്കൊള്ളാന്നാണ് ആര് പറഞ്ഞത്? അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അതിന്റെ ഒക്കെ പുറമെ അലി റളിയല്ലാഹു അൻഹുവിന്റെ പ്രധാനപ്പെട്ട 3 മക്കളുണ്ട്. 2 പേര് ആരൊക്കെയാണ്? ഹസൻ, ഹുസൈൻ. അവർ സഹാബിമാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നെ കൺമുന്നിൽ വളർന്ന സ്വർഗത്തിലെ 2 പുഷ്പങ്ങൾ, സയ്യിദ ശബാബി അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ യുവാക്കളുടെ നേതാക്കന്മാര്. മൂന്നാമത്തെ ഒരു മകൻ അതിനുശേഷം ജനിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് മുഹമ്മദ് ബിൻ ഹനഫിയ. താബികളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ പണ്ഡിതന്മാരിൽ പെടുന്ന വ്യക്തിയും അലി റളിയല്ലാഹു അൻഹുവിന്റെ ഹസൻ, ഹുസൈൻ എന്നിവരെ കഴിഞ്ഞാൽ അവരെക്കാളും യുദ്ധത്തിലും മറ്റു കാര്യങ്ങളിലൊക്കെ അലി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ പങ്കെടുക്കുകയും ചെയ്ത വ്യക്തിയാണ് ആര്? ജമൽ, സിഫീൻ യുദ്ധങ്ങളിൽ വരെ പങ്കെടുത്തിട്ടുണ്ട്. അത് ചെറിയ കുട്ടിയാണ് യഥാർത്ഥത്തിൽ മുഹമ്മദ് ബിൻ ഹനഫിയ. ഹനഫിയ എന്ന് പറയുന്നത് ബനു ഹനീഫ ഗോത്രക്കാരനാണ്. അദ്ദേഹം തിരിച്ചറിയാൻ വേണ്ടിയാണ്. ഖുറൈശി ആയിരുന്നില്ല. അതായത് ഉമ്മ ബനു ഹനീഫ ഗോത്രക്കാരാണ്. ബനു ഹനീഫയിൽ ഉണ്ടായിരുന്ന മുസൈലിമത്തുൽ കദ്ദാബിൽ വിശ്വസിച്ച ആളായിരുന്നു അവരുടെ ഉമ്മ. അവിടുന്ന് പിടിച്ചുകൊണ്ടുവന്ന അടിമയാണ് ആര്? ഖൗല ബിൻതു ജഅഫർ എന്ന് പറയുന്ന അലി റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ. പിൽക്കാലത്ത് അവർ വിവാഹം ചെയ്യുകയും അങ്ങനെ അതിൽ ജനിച്ച പുത്രനാണ് ആര്? മുഹമ്മദ് ബിൻ ഹനഫിയ. അതിനുള്ള ഏറ്റവും വലിയ കോടാലിയാണ് ആ വാദത്തിന്. അതിന്റെ വേരറുക്കുന്നതാണ് അലി റളിയല്ലാഹു അൻഹു. അങ്ങനെ പിടിച്ചുകൊണ്ടുവന്ന ഒരു സ്ത്രീയാണ് വിവാഹം ചെയ്തത്. അതിൽപ്പെട്ട മകനാണ് ആര്? അലി റളിയല്ലാഹു അൻഹുവിന് യുദ്ധത്തിലൊക്കെ സഹായിയായി, മുആവിയ റളിയല്ലാഹു അൻഹുവിനെതിരെ ഉണ്ടായിരുന്ന ആ യുദ്ധത്തിലൊക്കെ വലങ്കയായി പ്രവർത്തിച്ചിരുന്ന മുഹമ്മദ് ബിൻ ഹനഫിയ എന്ന് പറയുന്ന അലി റളിയല്ലാഹു അൻഹുവിന്റെ ഈ മകൻ എന്ന കാര്യമൊക്കെ ചരിത്രത്തിൽ കാണാൻ പറ്റും. അതേപോലെ തന്നെ സഹാബിമാരൊക്കെ പറഞ്ഞ വാക്കുകളുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം പിന്നെ അറബികൾ മുഴുവൻ കാഫിറായി പോയി എന്നാണ്. അതേപോലെ തന്നെ അബൂ ഹുറൈറയുടെ വാക്ക് നമ്മൾ നേരത്തെ ഉദ്ധരിച്ചു. എന്ത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായി മാറിയിട്ടില്ലായിരുന്നുവെങ്കിൽ മാ ഉബിദല്ലാഹ്, അള്ളാഹു ആരാധിക്കപ്പെടുമായിരുന്നില്ല. അപ്പൊ സഹാബിമാരൊക്കെ മനസ്സിലാക്കിയിരുന്നത് എന്താണ്? അവരൊക്കെ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്നാണ്. അങ്ങനെ ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ സഹിയായ റിപ്പോർട്ടുകളെല്ലാം കാണാൻ പറ്റും. അതേപോലെ അവര് പറഞ്ഞ കാര്യം അത് തന്നെയാണ്. അലി ഇബ്നു അബി താലിബിന് മയ്യത്ത് ചെയ്യാത്തതുകൊണ്ടല്ല ഞങ്ങളൊക്കെ പോയത് എന്നല്ല അവർ പറഞ്ഞത്. അവരുടെ കൂട്ടത്തിൽ പല തരക്കാരുണ്ടായിരുന്നു. ഒന്ന് കള്ളദൈവമാരെ കൂടെ കൂടിയ ആളുകൾ, അവരായിരുന്നു ഭൂരിഭാഗം ആളുകളും. പ്രത്യേകിച്ച് നജീദിൽ ഉണ്ടായിരുന്ന ആളുകൾ, അതേപോലെ തന്നെ യമനിൽ ഉണ്ടായിരുന്ന ആളുകൾ, അങ്ങനെയൊക്കെ പല സജാ ഉണ്ടായിരുന്നു.
പിന്നെ തുലൈഹത്തിൽ അസദി ഉണ്ടായിരുന്നു, അസദ് ഗോത്രക്കാരാണ്. അവരൊക്കെ വലിയ ഒരുപാട് അനുയായികൾ ഉണ്ടായിരുന്ന കള്ളപ്രവാചകന്മാരാണ്. രണ്ടാമത്തെ വിഭാഗമാണ് പറഞ്ഞത് ഞങ്ങൾ സക്കാത്ത് കൊടുക്കൂല, അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടില്ല. അവർ തന്നെ വ്യക്തമായി പറഞ്ഞ കാര്യമാണ്. അവരാരും വന്നിട്ട് എന്ത് പറഞ്ഞിട്ടില്ല, നിങ്ങൾ അലിയെ ഖലീഫയാക്കി മാറ്റിയാൽ ഞങ്ങൾ അതിൽ നിന്ന് പിന്തിരിച്ചോളാന്ന് പറഞ്ഞിട്ടില്ല. പിന്നീട് ഇപ്പോൾ ഒരു വാദം ഉണ്ടായിട്ടുണ്ട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ചെയ്തത് ശരിയായില്ല. എന്താ കാരണം? ഇസ്ലാമിൽ പറയുന്നത് ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ ബലാത്കാരമില്ല. തോണിയോനെ മുസ്ലിം ആവാം, അല്ലാത്തവരെ എന്ത് ചെയ്യാം, കാഫിറാകാം. അതുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയ ആളുകളെ അങ്ങനെ നിർബന്ധിച്ചത് ശരിയായില്ല എന്നൊക്കെ ഇപ്പൊ എഴുതുന്ന ആൾക്കാരുണ്ട്. എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക അവർ കൊടുത്തിട്ടുള്ളത് ഇതിനെപ്പറ്റി ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയതാണ്. മദീനയിലെ ഖലീഫക്കെതിരെ നടന്ന ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരമായിരുന്നു ഇത്, ഈ മുർത്തദ്ദികളുടെ സമരം. അല്ലാതെ ഒരു ഇസ്ലാമിലെ ഖലീഫക്കെതിരെ പിന്നെ കാഫിറുകളായി നടത്തിയ സമരമല്ല എന്നാണ് അതിന്റെ ഡെഫിനേഷൻ ആയി കൊടുത്തിട്ടുള്ളത്, സന്ദർഭോചിതമായിട്ട്. അങ്ങനെയൊക്കെ വിലയിരുത്തുന്ന ആളുകളുണ്ട്. കാരണം മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഈ രൂപത്തിലുള്ള വിലയിരുത്തലുകൾ ഇസ്ലാമിന്റെ പേരിൽ നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ടായിരിക്കാം ആ രൂപത്തിലുള്ള വിശദീകരണങ്ങളൊക്കെ അവരും കൊടുത്തിട്ടുള്ളത്. ഏതായിരുന്നാലും അത് ശരിയല്ല. മറിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വ്യക്തമായി തന്നെ സഹാബിമാരുടെ സമക്ഷത്തിൽ അദ്ദേഹത്തിന്റെ ന്യായം അവതരിപ്പിച്ചിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് ആദ്യമായി എതിർത്തു. കൈഫ തുഖാതിലുഹും, നിങ്ങൾ എങ്ങനെയാണ് മുസ്ലിമീങ്ങളോട് യുദ്ധം ചെയ്യുക? വഖദ് ഷഹീദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, റസൂലുള്ളാഹി പറഞ്ഞിട്ടുള്ളത് മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് അസമു മിന്നി ദിമാഅഹും വ അംവാലഹും, ആരെങ്കിലും ഷഹാദത്ത് കലിമ ചൊല്ലിയാൽ അവരുടെ രക്തം പവിത്രമാണ്, പിന്നെ അവരോട് യുദ്ധം ചെയ്യാൻ പാടില്ല, അവരെ കൊല്ലാൻ പാടില്ല എന്ന് റസൂൽ പറഞ്ഞിട്ടില്ലേ എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തർക്കിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞത് വല്ലാഹി ലൗ ഖാതിലന്ന മൻ ഫറഖ ബൈന സ്വലാത്തി വസ്സകാ, ഖുർആനിൽ അല്ലാഹു പറഞ്ഞ സ്ഥലത്തൊക്കെ അഖീമുസ്സലാ വആതുസ്സകാ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിസ്കാരത്തിന്റെ സഹോദരിയാണ്, ഇരട്ടയാണ് എന്ത് സക്കാത്ത്. അത് നിഷേധിച്ച ആളുകളോട് ഞാൻ പോരാടുക തന്നെ ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു ഇനാക്കിനെ കൊടുത്തിരുന്നുവെങ്കിൽ, ഒട്ടകത്തിനെ കെട്ടുന്ന കയറാണ് സക്കാത്തായി കൊടുത്തിരുന്നതെങ്കിൽ അത് നിഷേധിച്ചാൽ പോലും ഞാൻ അവർക്കെതിരെ യുദ്ധം ചെയ്യും എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്നാണ്. ഇത് ബുഖാരിയിലുണ്ട്, ഉമർ റളിയല്ലാഹുമായുള്ള ആ ചർച്ചയും. എന്നിട്ട് പിന്നീട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ദൃഢനിശ്ചയം കണ്ടപ്പോൾ സഹാബിമാരൊക്കെ അതിനെ അനുകൂലിക്കുകയും ചെയ്തത്. ഇവിടെ യഥാർത്ഥത്തിൽ ഹദീസിൽ തന്നെ വന്നിട്ടുണ്ട്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ റസൂലുള്ളാഹി പറയാണ്, ഉമിർതു അൻ ഉഖാതിലൻ നാസ്, ജനങ്ങളോട് യുദ്ധം ചെയ്യാൻ എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. ഹത്താ യശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് വ തുഖീമുസ്സലാ വ തുഅതുസ്സകാ ഫഇദാ ഫഅലു അസമു മിന്നി ദിമാഅഹും വ അംവാലഹും. അങ്ങനെ നിസ്കരിക്കുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്താൽ മാത്രമേ എന്താവുള്ളൂ, പരിപൂർണമായി ഒരാൾ മുസ്ലിം ആവുകയുള്ളൂ എന്നത് ബുഖാരി തന്നെ നിവേദനം ചെയ്യുന്ന ഹദീസുകളിൽ കാണാൻ പറ്റും. പക്ഷേ അബൂബക്കർ സിദ്ദീഖ് തെളിവ് പിടിച്ച എന്തല്ല, ഈ കാര്യം പറഞ്ഞുകൊണ്ടല്ല. ആ കാര്യം ആർക്കറിയില്ലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ വാക്ക് അബൂബക്കർ സിദ്ദീഖ് കേട്ടിട്ടില്ല എന്ന് ഇബ്നു ഹജർ അൽ അസ്ഖലാനി പറയാൻ ഈ സംഭവം പറഞ്ഞുകൊണ്ട്. പക്ഷെ അദ്ദേഹം ഇജ്തിഹാദിന്റെ അടിസ്ഥാനത്തിൽ, ഖുർആനിലെ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. എല്ലാ സ്ഥലങ്ങളിലും നിസ്കാരവും സക്കാത്തും ഒരുമിച്ചാണ് പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് ഞാൻ പോരാടും എന്ന് പറഞ്ഞ് എന്ന സംഭവം വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഹജർ അൽ അസ്ഖലാനി പറയാണ്, വഫിൽ ഖിസ്സത്തി ദലീലുൻ അലാ അന്ന സുന്നത ഖദ് തഖ്ഫ അലാ ബഅദി കിബാരി സഹാബ, സഹാബിമാരിൽ പ്രമുഖരായ ആളുകൾക്ക് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പല സുന്നത്തുകളും അറിയാതെ പോയേക്കാം എന്നുള്ളതിന് ഈ സംഭവം വ്യക്തമായ തെളിവാണ്. വയത്തലയു അലൈഹ അഹദും, അവരുടെ കൂട്ടത്തിലെ ചെറിയ മക്കളെ എളുപ്പം എന്ത് ചെയ്തിട്ടുണ്ടാവും, ആ അറിയാതെ പോയ സുന്നത്ത് അവർ മനപ്പാടാവുകയും ചെയ്തിട്ടുണ്ടാവും. അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വലിഹാദാ ലാ യുൽതഫതു ഇലൽ ആറാഹി വലൗ ഖവിയത്, അതുകൊണ്ട് തന്നെ ആൾക്കാരുടെ അഭിപ്രായത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ പാടില്ല. മഅ വുജൂദി സുന്നത്തിൻ തുഖാലിഫുഹാ, സുന്നത്തിലൊരു കാര്യം, ഹദീസിലൊരു കാര്യം സ്ഥിരപ്പെട്ടാൽ അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞ കാര്യം ചെയ്യേണ്ട ആവശ്യമില്ല, നോക്കേണ്ടതില്ല. പക്ഷെ ഇവിടെ അദ്ദേഹം അനുകൂലമായിട്ടാണ് റളിയല്ലാഹു അൻഹു സംസാരിച്ചിട്ടുള്ളത്. പക്ഷെ അദ്ദേഹം ഈ ഹദീസ് പറഞ്ഞില്ല എന്നുള്ളതാണ്. പിന്നെയോ അദ്ദേഹം തെളിവ് പിടിച്ചത് ഖിയാസിന്റെ അടിസ്ഥാനത്തിലാണ്. വലാ യുഖാലു കൈഫ ഖഫിയ ദാ അലാ ഫുലാൻ, അങ്ങനെ പറയുമ്പോ എങ്കിൽ അതാ വലിയ സഹാബിക്ക് മനസ്സിലാകാതെ പോയോ, വലിയ ഇമാമ് പറയാതെ പോയോ എന്നൊന്നും പറയാൻ പാടില്ല. വല്ലാഹുൽ മുവഫിഖു ഖൗലുഹു, അള്ളാഹു ആണ് അതിന് തൗഫീക്ക് നൽകിയത് എന്ന് ഇബ്നു ഹജർ അൽ അസ്ഖലാനി പറയാൻ. ഇപ്പൊ ചില ആളുകൾ ഇബ്നു ഹജർ അൽ അസ്ഖലാനിന്റെ പേര് പറയുന്നത് നാലാലി മദ്ഹബിൽ പെട്ടതല്ലാതെ സ്വീകരിക്കാൻ പാടില്ല. അങ്ങനെ ഒരു ഇമാമ് പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് ചില ആൾക്കാർ ചോദിക്കാൻ, അള്ളാഹുവിന്റെ റസൂലിന്റെ ഏതെങ്കിലും ഭാര്യമാര് ജുമാക്ക് പോയതായി ഇമാം ഷാഫി പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇമാം ഷാഫി പറഞ്ഞിട്ടുണ്ടോ എന്റെ കാര്യം ചെയ്യണം എന്നുള്ളത്, അല്ലെങ്കിൽ ഏതെങ്കിലും മദ്ഹബിന്റെ ഇമാമ് പറഞ്ഞിട്ടുണ്ടോ? മദ്ഹബിന്റെ ഇമാമ് പറയണത് ഇപ്പൊ എന്താണ്,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് എത്ര വലിയ സഹാബിമാർക്ക് പോലും ചിലതൊക്കെ കിട്ടിയില്ല എന്ന് വരാം, അതിലും ചെറിയ ആളുകൾക്ക് കിട്ടിയെന്നും വരാം. അങ്ങനെ റസൂലിന്റെ സുന്നത്ത് സ്ഥിരപ്പെട്ടാൽ അതിനെതിരെ എത്ര വലിയ ആൾ പറഞ്ഞാലും അതിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടതില്ല എന്നതിന് ഈ സംഭവം വലിയ രേഖയാണ് എന്ന് ഫതഹുൽ ബാരിയിൽ ഇബ്നു ഹജർ അസ്ഖലാനി പറഞ്ഞതായി നമ്മൾക്ക് സാന്ദർഭോചിതമായി. നമ്മൾ ചരിത്രം മാത്രം പഠിക്കുകയല്ല, ഒരു ഇസ്ലാമിക ചരിത്രം പഠിക്കുമ്പോൾ അതിന്റെ പല വശങ്ങളും ചർച്ചയ്ക്ക് വിഷയീഭവിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ രൂപത്തിൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും പഠിക്കുവാനും മനസ്സിലാക്കുവാനും നമ്മൾക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.